നമ്മളിന്ന് കാറ്റഗറി 3 സോഷ്യൽ സയൻസിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ കോഡ് A ആണ് കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ദ ഗോതിക് സ്റ്റൈൽ റെപ്രസെന്റ്സ് ഓപ്ഷൻ A പെയിന്റിംഗ്, B ലിറ്ററേച്ചർ, സ്കാപ്ചർ, ആർക്കിടെക്ചർ. ഏതാണ് ഗോതിക് സ്റ്റൈൽ റെപ്രസെന്റ് ചെയ്യുന്നത്? ഏതാണ്? ആൻസർ വരുന്നത് ആർക്കിടെക്ചർ ആണ്. എന്താണ് നമുക്ക് നോക്കാം. ഗോതിക് സ്റ്റൈൽ ഓഫ് എ ആർക്കിടെക്ചർ ഒറിജിനേറ്റഡ് ഇൻ യൂറോപ്സ് മിഡിൽ ഏജ്. യൂറോപ്സിന്റെ മിഡിൽ ഏജിലാണ് എന്തുണ്ടായത്? ഗോതിക് സ്റ്റൈൽ എന്ന വാസ്തുവിദ്യ രൂപപ്പെട്ടത്. ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ വെർട്ടിക്കൽ പ്രൊപ്പോർഷൻ, പോയിന്റഡ് ആക്സ്, എക്സ്റ്റേണൽ ബട്രസിംഗ് ആൻഡ് അസിമെട്രി. വെർട്ടിക്കൽ പ്രൊപ്പോർഷനും പോയിന്റഡ് ആക്സും എക്സ്റ്റേണൽ ബട്രസിംഗ് ആൻഡ് അസിമെട്രി ആണ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഗോതിക് സ്റ്റൈൽ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ യൂറോപ്പിലെ മിഡിൽ ഏജിലാണ് ഇത് ഒറിജിനേറ്റ് ചെയ്തു വന്നത്. അപ്പോൾ ഇതെന്താണ്? ഗോതിക് സ്റ്റൈൽ ഈസ് എ ആർക്കിടെക്ചർ ഒറിജിനേറ്റഡ് യൂറോപ്പ് മിഡിൽ ഏജ്. അപ്പൊ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? ഗോതിക് സ്റ്റൈൽ റെപ്രസെന്റ് എന്താണ്? ആർക്കിടെക്ചർ ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Identify the element which represent the health dimension of Human Development Index. Option A year of schooling for adult, life expectancy, gross national income per capita income, hospital facilities. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഇത് ഹെൽത്ത് ഡയമെൻഷനെ റെപ്രസെന്റ് ചെയ്യുന്ന HDI. ഇതിൽ HD ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഹെൽത്ത് ഡയമെൻഷനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഏതാണെന്നാണ് ചോദിച്ചത്. ഏതാണ്? ലൈഫ് എക്സ്പെക്ടൻസി ആണ് ഹെൽത്ത് ഡയമെൻഷനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്താണ് നമുക്ക് നോക്കാം. ദ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഈസ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ കോമ്പോസിറ്റ് ഇൻഡെക്സ് ഓഫ് ലൈഫ് എക്സ്പെക്ടൻസി, എഡ്യൂക്കേഷൻ ആൻഡ് പെർ കാപ്പിറ്റ ഇൻകം. അതായത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസം, ആളോഹരി വരുമാനം, ലൈഫ് എക്സ്പെക്ടൻസി ഇവയുടെയൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കൽ കോമ്പോസിറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്ഥിതിവിവര കണക്കിന്റെ സംയോജികതയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് വിളിക്കുന്നത്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ, പെർ കാപ്പിറ്റ ഇൻകം, ലൈഫ് എക്സ്പെക്ടൻസി ഇവയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ കോമ്പോസൈറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ തന്നെ നമ്മൾക്ക് എന്തൊക്കെ പറയുന്നുണ്ട്? ഹെൽത്ത് ഡയമെൻഷനിൽ അസസ് ചെയ്യുന്നത് എന്താണ്? അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഡയമെൻഷനിൽ അസസ് ചെയ്യുന്നത് എന്താണ്? അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഡയമെൻഷൻ ഏതാണെന്നൊക്കെ നമുക്ക് പറയുന്നുണ്ട്. അപ്പോ ഹെൽത്ത് ഡയമെൻഷൻ അസസ്ഡ് ബൈ ലൈഫ് എക്സ്പെക്ടൻസി. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിലെ ഹെൽത്ത് ഡയമെൻഷൻ എന്ന് പറയുന്നത് ലൈഫ് എക്സ്പെക്ടൻസി ആണ്. സെക്കൻഡ്, എഡ്യൂക്കേഷൻ ഡയമെൻഷൻ എന്താണ്? ഇയർ ഓഫ് സ്കൂളിംഗ്, അഡൾട്ട് ഏജ് 25 ഇയേഴ്സ് ആൻഡ് മോർ. അതായത് അഡൾട്ടിൽ 25 വയസ്സും അതിലും മുകളിലുള്ളവർക്കുള്ള വിദ്യാഭ്യാസമാണ് എന്തിൽ ഉൾപ്പെടുന്നത്? എഡ്യൂക്കേഷൻ ഡയമെൻഷനിൽ ഉൾപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഡയമെൻഷനിൽ ഏതാണ് വരുന്നത്? സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഡയമെൻഷൻ ഈസ് മെഷേർഡ് ബൈ ഗ്രോസ് നാഷണൽ ഇൻകം ആൻഡ് പെർ കാപ്പിറ്റ ഇൻകം. അപ്പൊ 3 ഡയമെൻഷൻസ് നമ്മൾ പറഞ്ഞു. എന്തൊക്കെ ഡയമെൻഷൻ ആണ്? ഹെൽത്ത് ഡയമെൻഷൻ പറഞ്ഞു, എഡ്യൂക്കേഷൻ ഡയമെൻഷൻ പറഞ്ഞു, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഡയമെൻഷൻ പറഞ്ഞു. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് ഏതായിരുന്നു? ഹെൽത്ത് ഡയമെൻഷൻ ഏതായിരുന്നു എന്നാണ് ചോദിച്ചത്. അപ്പൊ ലൈഫ് എക്സ്പെക്ടൻസി നമ്മുടെ ആൻസർ ആയിട്ട് വന്നു. ഓക്കെ ആണല്ലോ? അപ്പൊ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്താണെന്ന് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പഠിച്ചതോടുകൂടി മനസ്സിലായി കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. In remote sensing, the size of the smallest object recognized by the sensor of a satellite is known as. ഒരു സ്മോളസ്റ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന സാറ്റലൈറ്റ് സെൻസറിനെ എന്താ വിളിക്കുന്നത്? എന്താ പറയുന്നത്? ഓപ്ഷൻ A സ്പെക്ട്രൽ സിഗ്നേച്ചർ, സ്പേഷ്യൽ റെസൊല്യൂഷൻ, സ്പെക്ട്രൽ റെസൊല്യൂഷൻ, വിസിബിൾ സ്പെക്ട്രം. അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് സ്പേഷ്യൽ റെസൊല്യൂഷൻ ആണ്. അപ്പൊ നമുക്ക് എന്താണ് സ്പേഷ്യൽ റെസൊല്യൂഷൻ, സ്പെക്ട്രൽ സിഗ്നേച്ചർ, സ്പെക്ട്രൽ റെസൊല്യൂഷൻ എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം സ്പേഷ്യൽ റെസൊല്യൂഷൻ എന്താണ്? It refers to the size of smallest feature that can be detected by satellite sensor or displayed in satellite image. ഒരു സാറ്റലൈറ്റ് ഇമേജിന് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്നതോ സാറ്റലൈറ്റ് സെൻസറിന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നതോ ആയ ഒരു സ്മോളസ്റ്റ് ഒബ്ജക്റ്റിന്റെ ഫീച്ചറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സൈസ് ആണ് എന്ത് പറയുന്നത്?
സ്പേഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സാറ്റലൈറ്റ് ഇമേജിന് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്നതോ സാറ്റലൈറ്റ് സെൻസറിന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നതോ ആയിട്ടുള്ള ഒരു സ്മോളസ്റ്റ് ഫീച്ചറിന്റെ സൈസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്പേഷ്യൽ റെസൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ സ്മോളസ്റ്റ് സൈസിന്റെ ഫീച്ചറിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ഏതാണ്? അതിന് എന്താണ് നമ്മൾ പറയുന്നത്? സ്പേഷ്യൽ റെസൊല്യൂഷൻ ആണ്. അതാണ് നമ്മുടെ ആൻസർ വരുന്നത്, സ്പേഷ്യൽ റെസൊല്യൂഷൻ എന്ന്. ഓക്കെ, ഇനി അതിൽ തന്നെ സ്പെക്ട്രൽ റെസൊല്യൂഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. It refers to the ability of satellite sensor to measure specific wavelength of the electromagnetic spectrum. അതായത് നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഒരുപാട് ഡിവിഷൻസ് ഉണ്ട്. ആ ഡിവിഷൻസിൽ തന്നെ ഒരുപാട് സബ് ഡിവിഷൻസ് ഉണ്ട്. ഈ ഡിവിഷൻസിന്റെ ഒക്കെ വേവ് ലെങ്തിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എബിലിറ്റിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്പെക്ട്രൽ റെസൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്ക് സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്താണ്? നോക്കൂ, ഇറ്റ് ഈസ് ദ വേരിയേഷൻ ഓഫ് റിഫ്ലക്റ്റൻസ് ഓർ എമിറ്റൻസ് ഓഫ് എ മെറ്റീരിയൽ വിത്ത് റെപ്രസെന്റ് വേവ് ലെങ്ത്. അതായത് ഒരു ഒബ്ജക്റ്റ് ഐഡന്റിഫൈ ചെയ്യുന്നത് റിഫ്ലക്റ്റൻസ് വഴിയോ അതായത് എമിറ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ് വഴിയോ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ആദ്യം നമ്മൾ നോക്കി സ്പേഷ്യൽ റെസൊല്യൂഷൻ എന്താണ് നോക്കി. ഒരു സ്മോളസ്റ്റ് ഒബ്ജക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്പേഷ്യൽ റെസൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. സ്പെക്ട്രൽ റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിവിഷൻസ് എന്താണ്, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ ഡിവിഷൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ വേവ് ലെങ്ത് എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുക, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്പെക്ട്രൽ റെസൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ സ്പെക്ട്രൽ സിഗ്നേച്ചറും നോക്കിക്കഴിഞ്ഞു. ഓക്കെ ആണല്ലോ? അപ്പൊ നിങ്ങൾക്ക് ഈ 3 കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലായി. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അടുത്തത് 4th ക്വസ്റ്റ്യൻ ആണ്. Which schedule of Indian Constitution contains the division of power 3 list regarding to the power of the parliament and state legislature to legislate? ഓക്കെ, നമ്മുടെ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഫസ്റ്റ് ഷെഡ്യൂൾ, ഓപ്ഷൻ ബി 7th, 10th, 5th ഷെഡ്യൂൾ, 5th ഷെഡ്യൂൾ. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ് പറയുന്നത്? ഡിവിഷൻ ഓഫ് പവർ ഏത് ഷെഡ്യൂളിലാണ് വരുന്നത്? ഫസ്റ്റിലാണോ, 7th-ലാണോ, 10th-ലാണോ, 5th-ലാണോ? ഏതിലാണ്? നമ്മുടെ ഡിവിഷൻ ഓഫ് പവർ വരുന്നത് 7th ഷെഡ്യൂളിലാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എത്ര ഷെഡ്യൂൾസ് ഉണ്ട്? 12 ഷെഡ്യൂൾസ് ആണ് ഉള്ളതിൽ. അതിൽ ഫസ്റ്റ് ഷെഡ്യൂള് സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങളെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. 10th പറയുന്നത് കൂറുമാറ്റ നിരോധന നിയമത്തെ കുറിച്ചാണ്. 5th പറയുന്നത് പട്ടിക പ്രദേശങ്ങൾ, പട്ടിക ഗോത്രവർഗങ്ങളുടെ ഒക്കെ ഭരണവും നിയന്ത്രണമാണ് പറയുന്നത്. അതുപോലെ തന്നെ അതുപോലെ തന്നെ 7th ഷെഡ്യൂൾ ഉൾപ്പെട്ടത് എന്താണ്? ഡിവിഷൻ ഓഫ് പവർ 3 ലിസ്റ്റിന് ഡിവിഷൻ ഓഫ് പവേഴ്സ് ആണ് 7th ഷെഡ്യൂളിൽ ഉൾപ്പെട്ടത്. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. There are 12 schedules in Indian Constitution. 7th ഷെഡ്യൂൾ ആണ് ഡിവിഷൻ ഓഫ് പവർ. 3 ലിസ്റ്റിന്റെ ഡിവിഷൻ ഓഫ് പവർ ഉൾപ്പെട്ടത് 7th ഷെഡ്യൂളാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. സെയിൽ ഓഫ് ഷെയർ ഓഫ് പബ്ലിക് സെക്ടർ കമ്പനീസ് ടു പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് നോൺ ആസ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ഔട്ട്സോഴ്സിംഗ്. ക്വസ്റ്റ്യൻ എന്താണ്? സെയിൽ ഓഫ് ഷെയർ ഓഫ് പബ്ലിക് സെക്ടർ കമ്പനിയിൽ നിന്ന് പ്രൈവറ്റ് ഇൻഡിവിജ്വലിലേക്ക് ഷെയർ വിൽക്കുന്നതിനെ എന്താണ് നമ്മൾ വിളിക്കുന്നത്? അപ്പോൾ നമ്മുടെ ആൻസർ എന്താ വരുന്നത്? ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഗവൺമെന്റ് ഷെയർസ് പബ്ലിക് സെക്ടറിൽ നിന്ന് പ്രൈവറ്റ് സെക്ടറിൽ വിൽക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പറയുമ്പോൾ തന്നെ നമുക്ക് എന്തൊക്കെ പറയണം? പ്രൈവറ്റ് സെക്ടർ ഏതാണ്, പബ്ലിക് സെക്ടർ എന്താണ് നമ്മൾ ഓർത്തു വെക്കണം. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പറയുമ്പോൾ തന്നെ പ്രൈവറ്റ് സെക്ടർ ഏതാണ്, പബ്ലിക് സെക്ടർ ഏതാണ് നമ്മൾ ഓർത്തു വെക്കണം. എന്താണ് പബ്ലിക് സെക്ടർ? ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ ഗവൺമെന്റ്. അതായത് ഒരു ബിസിനസ് ആണെങ്കിൽ, പബ്ലിക് സെക്ടറിലെ ബിസിനസ് ആണെങ്കിൽ അതെന്ത് കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും? ഗവൺമെന്റ് ആയിരിക്കും. പ്രൈവറ്റ് സെക്ടർ ആണെങ്കിലോ ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആയിരിക്കും അത് ഓൺ ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും. അപ്പൊ എന്താണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. സെല്ലിംഗ് ഓഫ് ഗവൺമെന്റ് ഷെയർ ഇൻ പബ്ലിക് സെക്ടർ എന്റർപ്രൈസ് ടു പ്രൈവറ്റ് സെക്ടർ എന്റർപ്രൈസ്. അതായത് ഗവൺമെന്റ് ഷെയർസ് പബ്ലിക് സെക്ടറിൽ നിന്ന് പ്രൈവറ്റ് സെക്ടറിലേക്ക് സെല്ലിംഗ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് എന്താണ് ലിബറലൈസേഷൻ നോക്കാം.
നമ്മുടെ ഓപ്ഷനിൽ ലിബറലൈസേഷനും ഗ്ലോബലൈസേഷനും ഔട്ട്സോഴ്സിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ നമ്മൾ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞു. ഇനി ലിബറലൈസേഷൻ എന്താണ് നമുക്ക് നോക്കാം. ലിബറലൈസേഷൻ ദ ഇന്ത്യൻ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി ഫ്രം ഓൾ അൺനെസസറി കൺട്രോൾസ് ആൻഡ് റെസ്ട്രിക്ഷൻ. അതായത് ലിബറലൈസേഷൻ എന്ന് പറയുന്നത് ലിബറലൈസ് ചെയ്ത് വിടുക അല്ലെ, അതായത് ഒരു ബിസിനസ്സിന് അൺനെസസറി ആയിട്ടുള്ള കൺട്രോൾസ് എന്നൊക്കെ റെസ്ട്രിക്ഷൻ കൊടുക്കുക. അതിനെയാണ് എന്ത് പറയുന്നത്? ലിബറലൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം അല്ലെ. എന്താണ് ആഗോളവൽക്കരണം? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഇന്ററാക്ഷൻ എമംഗ് പീപ്പിൾ, കമ്പനി ആൻഡ് ഗവൺമെന്റ്. എല്ലാവരും തമ്മിലൊരു ഇന്ററാക്ഷൻ ആണ് അവിടെ ഉണ്ടാവുന്നത്. അതായത് നമ്മുടെ ക്യാപിറ്റലൊക്കെ രാജ്യത്തെ എല്ലായിടത്തും പോവാൻ കഴിയുന്നു, വ്യാപിക്കുന്നു. അതിനെയാണ് നമ്മൾ ആഗോളവൽക്കരണം അഥവാ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. അതുവഴി നമുക്ക് എന്തുണ്ടാവുന്നു? പീപ്പിൾസ് ആയിട്ട് അതുപോലെ തന്നെ കമ്പനി ആയിട്ടും ഗവൺമെന്റ് ഒക്കെ ആയിട്ട് ഒരു ഇന്ററാക്ഷൻ ഉണ്ടാവുന്നു. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗ്ലോബലൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഓപ്ഷനിൽ എന്താണ് ഔട്ട്സോഴ്സിംഗ് നമുക്ക് നോക്കാം. ഓപ്ഷനിൽ നമുക്ക് ഔട്ട്സോഴ്സിംഗ് തന്നിട്ടുണ്ട്. എന്താണ് ഔട്ട്സോഴ്സിംഗ് നോക്കാം. മെയിൻലി നോൺ കോർ ആക്ടിവിറ്റീസ് ആർ ഔട്ട്സോഴ്സ്ഡ്. അതായത് ഒരു ബിസിനസിന്റെ മെയിൻ കോർ ആക്ടിവിറ്റിയിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നോൺ കോർ ആക്ടിവിറ്റീസ് ഫോറിൻ കൺട്രിക്ക് എന്ത് ചെയ്യുന്നു? ഔട്ട്സോഴ്സ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് ഒരു പ്രൊജക്ട് പോലെ കൊടുക്കുക, അതിനെയാണ് അസൈൻ ചെയ്ത് കൊടുക്കുക. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മെയിൻ കോർ ആക്ടിവിറ്റിയെ നമ്മൾ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോൺ കോർ ആക്ടിവിറ്റിയെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഔട്ട്സോഴ്സ് ചെയ്യുന്നത്. മെയിൻലി നോൺ കോർ ആക്ടിവിറ്റീസ് ആർ ഔട്ട്സോഴ്സ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഔട്ട്സോഴ്സിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നെയിം ദ ഓഥർ ഓഫ് ദ ബുക്ക് മൃജകടിക. മൃജകടികന്റെ ഓഥർ എന്താ? ഓഥർ ആരാണ്? മൃജകടിക എന്ന പുസ്തകത്തിന്റെ ഓഥർ ആരാണ്? അമരസിംഹ, കാളിദാസ, ശൂദ്രക, വരാമിര. ആരാണ്? ശൂദ്രകയാണ്. ഉജ്ജയിനിലെ കിങ് ആണ് ആര്? ശൂദ്രക എന്ന് പറയുന്നത്. ഇതിന്റെ മൃജകടികയുടെ മീനിങ് എന്താണ്? ദ ലിറ്റിൽ ക്ലേ കാർട്ട് എന്നാണ് ഇതിന്റെ മീനിങ് ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. മൃജകടിക എന്ന് പറയുന്നത് ഒരു സാൻസ്ക്രിറ്റ് പ്ലേ കൂടി ആണ്. ഓക്കെ. ഇനി അടുത്തത് 7th ക്വസ്റ്റ്യൻ. ഓൺ എ മാപ്പ് A and B are 2 centimeter apart. If the map has an R of 1 to 25,000, the actual ground distance is 1 kilometer, 2 kilometer, 2.5 kilometer, 0.5 kilometer. ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആൻസർ വരുന്നത് എങ്ങനെയാണ്? 0.5 kilometer ആണ്. ഓക്കെ. ABC 2 centimeter എന്ന് പറയുന്നത് നമ്മളിപ്പോ നോക്കാം. ABC എത്രയാണ്? AB എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ ആണ്. One is to 25,000. 1 എന്ന് പറയുന്നത് മാപ്പ് ഡിസ്റ്റൻസ് ആണ്. ഇതെന്ന് പറയുന്നത് ആക്ച്വൽ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ നമ്മൾ സെന്റിമീറ്ററിലാണ് ഇത് കിടക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ കിലോമീറ്ററിലേക്കാണ് മാറ്റേണ്ടത്. നമ്മുടെ എന്താണ് നമുക്ക് കാണാൻ പറയുന്നത്? ആക്ച്വൽ ഗ്രൗണ്ട് ഡിസ്റ്റൻസ് ആണ് കാണാൻ പറ്റുന്നത്. അതിനെ നമ്മൾ കിലോമീറ്ററിലേക്ക് മാറ്റണം. അപ്പം നമ്മള് സെന്റിമീറ്ററിനെ കിലോമീറ്ററിലേക്ക് മാറ്റുമ്പോൾ എന്താണ് ചെയ്യുന്നത്? മില്ലിമീറ്ററിന് സെന്റിമീറ്ററിലേക്ക് മാറ്റുമ്പോൾ നമ്മള് 10 കൊണ്ട് ഹരിക്കും. സെന്റിമീറ്ററിന് മില്ലിമീറ്ററിലേക്ക് മാറ്റുമ്പോൾ 100 കൊണ്ട്, മില്ലിമീറ്ററിന് കിലോമീറ്ററിലേക്ക് മാറ്റുമ്പോൾ എന്താണ്? 1000 കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്തിലേക്കാണ് മാറ്റേണ്ടത്? ഇത് സെന്റിമീറ്ററിലാണ് തന്നത്. അതിനെ എന്തിലേക്ക് മാറ്റണം? കിലോമീറ്ററിലേക്ക് മാറ്റണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? 25,000 ഡിവൈഡഡ് ബൈ 10,000 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ആൻസർ വരിക? 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0.25 കിലോമീറ്റർ ആണ് ആൻസർ വരിക. അപ്പൊ നമ്മൾ ഇവിടെ തന്നത് എന്താണ്? ABC 2 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമ്മുടെ ആൻസർ കിട്ടണമെങ്കിൽ 1 സെന്റിമീറ്റർ ആവുമ്പോൾ നമുക്ക് എത്രയാ വരിക? കിലോമീറ്റർ. ആക്ച്വൽ ഗ്രൗണ്ട് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.25 കിലോമീറ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 സെന്റിമീറ്റർ ആവുമ്പോൾ നമ്മുടെ ആക്ച്വൽ ഗ്രൗണ്ട് ഡിസ്റ്റൻസ് എങ്ങനെയാ കാണുക? 2 × 0.25 = 0.5 കിലോമീറ്റർ. അങ്ങനെയാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ആക്ച്വൽ ഗ്രൗണ്ട് ഡിസ്റ്റൻസ് പറയുന്നത് 0.5 കിലോമീറ്റർ ആയിട്ട് വന്നത്. ഓക്കെ ആണല്ലോ. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം.
8. മാർഷൽ ടിറ്റോ വാസ് ദ റൂളർ ഓഫ് ഈജിപ്ത്, യൂഗോസ്ലാവിയ, ഇന്തോനേഷ്യ, ഖാന. എവിടത്തെയാണ് മാർഷൽ ടിറ്റോ? എവിടുത്തെ റൂളറാണ്? യൂഗോസ്ലാവിയയിലെ റൂളറാണ്. ഈജിപ്തിലെ റൂളേഴ്സിനെ എന്താ വിളിക്കുന്നത്? ഫറോവയാണ് അല്ലെ. മാർഷൽ ടിറ്റോ വാസ് ദ റൂളർ ഓഫ് യൂഗോസ്ലാവിയ. ദ റൂളർ ഓഫ് ആൻഷ്യൻ ഈജിപ്ത് വാസ് കോൾഡ് ഫറോവ. രാജാക്കന്മാരാണ് ഈജിപ്തിലെ ഭരണാധികാരികൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി 9th question. Which sector contribute the major share in GDP of India in 2022-23? ഇതൊരു ഫാക്ട് ആണ്. മേജർ കോൺട്രിബ്യൂട്ട് GDP-യിലെ മേജർ കോൺട്രിബ്യൂഷൻ 2022-23 ഏത് സെക്ടറിലാണ്? ടേർഷറി സെക്ടറിലാണ്. അപ്പോ നമുക്ക് എന്തൊക്കെ സെക്ടേഴ്സ് ഉണ്ട്? ഓൺ ദ ബേസ് ഓഫ് നാച്ചർ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റിയുടെ അടിസ്ഥാനത്തിൽ പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടേർഷറി സെക്ടർ എന്നിങ്ങനെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ പ്രൈമറി സെക്ടർ എന്താണ്? ഇറ്റ് ഇൻക്ലൂഡ് ആക്ടിവിറ്റി ക്യാരിഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. നാച്ചുറൽ റിസോഴ്സസ് ഉപയോഗിച്ചിട്ടുള്ള ആക്ടിവിറ്റീസാണ് നമ്മൾ എന്തിൽ ഉൾപ്പെടുന്നത്? പ്രൈമറി സെക്ടറിൽ ഉൾപ്പെടുന്നത്. നാച്ചുറൽ റിസോഴ്സ് ഉപയോഗിച്ചിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് പ്രൈമറി സെക്ടറിൽ ഉൾപ്പെടുന്നത്. അതിൽ അഗ്രികൾച്ചർ, ഫിഷിംഗ് ഒക്കെ വരും. അപ്പോൾ നമ്മൾ പ്രൈമറി സെക്ടർ ഈസ് നോൺ ആസ് അഗ്രികൾച്ചർ സെക്ടർ. ഇതിനെ നമ്മളെ മറ്റൊരു പേരെന്താ വിളിക്കുന്നത്? അഗ്രികൾച്ചർ സെക്ടർ എന്നാണ് വിളിക്കുന്നത്. ഇനി സെക്കൻഡറി സെക്ടറോ? ഇറ്റ് ഇൻക്ലൂഡ് ആക്ടിവിറ്റി വിച്ച് ഇൻവോൾവ്സ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് റോ മെറ്റീരിയൽ ഇൻ ടു ഫിനിഷ്ഡ് ഗുഡ്. അത് റോ മെറ്റീരിയൽ ഉപയോഗിച്ച് ഒരു ഫിനിഷ്ഡ് ഗുഡ് ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് എന്ത്? സെക്കൻഡറി സെക്ടറിൽ നടക്കുന്നത്. ഓക്കെ. ഇറ്റ് ഈസ് അതർവൈസ് ഈസ് നോൺ ആസ് മാനുഫാക്ചറിംഗ് സെക്ടർ. സെക്കൻഡറി സെക്ടറിന്റെ മറ്റൊരു പേരെന്താണ്? മാനുഫാക്ചറിംഗ് സെക്ടർ ആണ്. ഓക്കെ. ഇനി ടേർഷറി സെക്ടർ. Tertiary sector, it includes activities which render service to other two sectors. ഈ രണ്ട് സെക്ടേഴ്സിനും ഒരു സർവീസ് ആണ് ആര് പ്രൊവൈഡ് ചെയ്യുന്നത്? ടേർഷറി സെക്ടർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ടേർഷറി സെക്ടർ ഈസ് അതർവൈസ് ഈസ് നോൺ ആസ് സർവീസ് സെക്ടർ എന്ന് വിളിക്കുന്നുണ്ട്. ഡസ് നോട്ട് പ്രൊഡ്യൂസ് ഗുഡ് ബട്ട് സപ്പോർട്ട് ഫോർ എ പ്രൊഡക്ഷൻ പ്രോസസ്. ഇവിടെ ഒരു ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യല്ല ചെയ്യുന്നത്, അവരെന്താണ് ചെയ്യുന്നത്? ടേർഷറി സെക്ടർ സപ്പോർട്ട് ഫോർ എ പ്രൊഡക്ഷൻ പ്രോസസ്സിനെ സപ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ GDP-യിലെ മേജർ കോൺട്രിബ്യൂഷൻ 2022-23 ഏത് സെക്ടറിലായിരുന്നു? ടേർഷറി സെക്ടറിലായിരുന്നു. അപ്പൊ പ്രൈമറി സെക്ടർ പറഞ്ഞിട്ടും സെക്കൻഡറി സെക്ടർ എന്ന് പറഞ്ഞിട്ടും ടേർഷറി സെക്ടർ എന്ന് പറഞ്ഞിട്ടും ഒരുപാട് ക്വസ്റ്റ്യൻ നമ്മുടെ കാറ്റഗറി 3 എക്സാമിലും 2 എക്സാമിലും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ പ്രൈമറി സെക്ടറിനെ നമ്മൾ എന്താ വിളിക്കുക? അഗ്രികൾച്ചർ സെക്ടർ. സെക്കൻഡറി സെക്ടറിനെ നമ്മൾ എന്താ വിളിക്കുക? മാനുഫാക്ചറിംഗ് സെക്ടർ. ആൻഡ് ടേർഷറി സെക്ടറിന് എന്താ പറയാ? സർവീസ് സെക്ടർ എന്നാണ് പറയുന്നത്. രണ്ട് പേരുണ്ട്, അത് നിങ്ങൾ ഓർത്ത് വെക്കണം. പല പ്രാവശ്യം റിപ്പീറ്റ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അടുത്ത 10th ക്വസ്റ്റ്യൻ. നെയിം ദ ഫൗണ്ടർ ഓഫ് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി. ഇന്ത്യൻ റിപ്പബ്ലിക് ആർമിയുടെ ഫൗണ്ടറിന്റെ പേരെന്താണ്? ലാലാ ഹർദയാൽ, സുഖ്ദേവ്, ലാലാ ലജ്പത് റോയ്, സൂര്യ സെൻ. ആരാണ്? സൂര്യ സെൻ ആണ് ഇന്ത്യൻ ഫൗണ്ടർ ഓഫ് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയുടെ. സൂര്യ സെൻ നോക്കാം. An armed force named Indian Republic Army was established 1913. എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? 1930 അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് സൂര്യ സെൻ. സൂര്യ സെന്റെ ലീഡർഷിപ്പിൽ 1930 ഇന്ത്യൻ റിപ്പബ്ലിക് ആർമി വാസ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. വിത്ത് ദ കോർപ്പറേഷൻ ഓഫ് ഗണേഷ് ഘോഷ്, അംബിക ചക്രബോർത്തി ഓ ലോക്നാഥ് ബാൽ. ഇവരുടെയൊക്കെ കോർപ്പറേഷന്റെ ഫലമായിട്ട് സൂര്യ സെൻ 1930 ഇന്ത്യൻ റിപ്പബ്ലിക് ആർമി എന്ത് ചെയ്തു? ഫൗണ്ട് ചെയ്തു. ഇനി അടുത്തതാണ് 11th ക്വസ്റ്റ്യൻ. ദ ഇമ്പോർട്ടന്റ് ലാറ്റിറ്റ്യൂഡ് വിച്ച് പാസസ് ത്രൂ ദ മിഡിൽ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ മിഡിലൂടെ പോകുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലാറ്റിറ്റ്യൂഡ് ഏതാണ്? 23.5 ഡിഗ്രി നോർത്ത്, 66.5 ഡിഗ്രി നോർത്ത്, 23.5 ഡിഗ്രി സൗത്ത്, 66.5 ഡിഗ്രി സൗത്ത്. അപ്പൊ നമ്മുടെ ഭൂമിയെ വെച്ച് എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ ആൻസർ ഏതാ വരുന്നത്? 23.5 ഡിഗ്രി നോർത്ത് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഭൂമി എടുക്കുകയാണെങ്കിൽ ഇതെന്താണ്? 0 ഡിഗ്രി ഭൂമധ്യ രേഖയാണ്. ഇതിന് മുകളിലുള്ളതാണ് എന്ത്? 23.5 ഡിഗ്രി നോർത്ത് എന്താണ്? ഉത്തരായന രേഖ. ഇവിടെ ഉള്ളതാണ് എന്ത്? 66.5 ഡിഗ്രി സൗത്ത് ദക്ഷിണായന രേഖ. ഓക്കെ. 23.5 ഡിഗ്രി നോർത്ത് ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ. ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്നാണ് പറയുന്നത്. ഇനി രണ്ട് ധ്രുവങ്ങളെ ബന്ധിപ്പിച്ചിട്ട് വരയ്ക്കുന്നതാണ് എന്ത്?
ലോങ്റ്റിറ്റ്യൂഡ്, അതായത് രേഖാംശ രേഖകൾ. ഓക്കെ, സോറി 23.5 സൗത്ത് ഇവിടെ കേട്ടോ, 23.5 സൗത്ത് ആണ് എന്ത് വരുന്നത്, ദക്ഷിണായന രേഖ വരുന്നത്. 23.5 നോർത്ത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഉത്തരായന രേഖ, 23.5 സൗത്ത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ദക്ഷിണായന രേഖ, 66.5 നോർത്ത് വരുന്നത് ആർട്ടിക് വൃത്തം, 66.5 സൗത്ത് വരുന്നത് അന്റാർട്ടിക് വൃത്തം. ഓക്കെ, നമ്മുടെ ഭൂമി വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ഭൂമധ്യരേഖ 23.5 നോർത്ത്, 23.5 സൗത്ത് ആർട്ടിക് വൃത്തം, ഇവിടെ അന്റാർട്ടിക് വൃത്തം. ഓക്കെ, ഈ രണ്ട് വരകളെ തമ്മിൽ, ധ്രുവങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്നതാണ് എന്ത്, രേഖാംശ രേഖകൾ എന്ന് പറയുന്നത്. ഈ രേഖാംശ രേഖകൾ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്, 15 ഡിഗ്രിയാണ് ഡിഫറൻസ് വരുന്നത്. ഓക്കെ, ഈ ഓരോ 15 ഡിഗ്രി രേഖാംശം തമ്മിലുള്ള ടൈം ഡിഫറൻസ് എത്രയാണ്, 1 അവർ ആണ് വരുന്നത്. അപ്പോ ഈ 23.5 ഡിഗ്രി ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അതായത് ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മിസോറാം, ത്രിപുര. ഇവിടെയിലൂടെയാണ് എന്ത് പോകുന്നത്, 23.5 ഡിഗ്രി നോർത്ത് ഉത്തരായന രേഖ കടന്നു പോകുന്നത്. 23.5 ഡിഗ്രി നോർത്ത് ഉത്തരായന രേഖ, 23.5 ഡിഗ്രി സൗത്ത് ദക്ഷിണായന രേഖ, ആർട്ടിക് വൃത്തം, അന്റാർട്ടിക് വൃത്തം. രണ്ട് ധ്രുവങ്ങളിലും ആർട്ടിക് അന്റാർട്ടിക് വൃത്തമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ദക്ഷിണായന ഭൂമധ്യരേഖ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. നോർത്തേൺ ഹെമിസ്ഫെയറും സൗത്തേൺ ഹെമിസ്ഫെയർ ആയിട്ട് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്, 23.5 ഡിഗ്രി നോർത്ത് ആണ് എന്ത് പോകുന്ന ഇന്ത്യയുടെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന നമ്മുടെ എന്താണ് പറയുന്നത്, ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് 23.5 ഡിഗ്രി നോർത്ത് ആണ് വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്, 23.5 ഡിഗ്രി നോർത്ത് ആണ്. ഇന്ത്യ കടന്നു പോകുന്ന സംസ്ഥാനം ഏതാണ്, 23.5 നോർത്ത് ലാറ്റിറ്റ്യൂഡിലൂടെയാണ് കടന്നു പോകുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 12th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഹയസ്റ്റ് GST റേറ്റ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഹയസ്റ്റ് GST റേറ്റ് എത്രയാണ്, 22%, 25%, 28%, 32%. അപ്പൊ എത്രയാണ് ഹയസ്റ്റ് GST എന്ന് പറയുന്നത്, 28% ആണ്. ആൻസർ വരുന്നത് 28% ആണ്. ഏതിന് മേലെയൊക്കെയാണ് ഹയസ്റ്റ് GST ഉൾപ്പെടുത്തുന്നത്, ഹയസ്റ്റ് GST റേറ്റ് ഇൻ ഇന്ത്യൻ ഈസ് 28%, ഓട്ടോമൊബൈൽസ്, ടൊബാക്കോ, ബീവറേജ് ആൻഡ് എയർ ട്രാവൽ. ഇതിന് മേലൊക്കെയാണ് കൂടുതലായിട്ടും GST ഉൾപ്പെടുത്തുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 13th question, identify the river valley where the Chinese civilization flourished. Chinese civilization flourished എവിടെയാണ്, നമുക്ക് ഓപ്ഷൻ വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെ. ഏതാണ്, ഹൊയാങ്ഹോ നദീതടത്തിലാണ്. അപ്പൊ നൈൽ നദീതടത്തിൽ രൂപപ്പെട്ട സിവിലൈസേഷൻ ഏതാണ്, സിന്ധു നദീതട സംസ്കാരം നൈൽ നദീതീരത്താണ്. നൈലിന്റെ ദാനം എന്നൊക്കെയാണ് വിളിക്കുന്നത്. മെസപ്പൊട്ടോമിയൻ സംസ്കാരം എവിടെയാണ്, യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികൾക്കിടയിൽ, രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തെ പറയുന്നത്. അപ്പൊ സിന്ധു നദീതട സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, മെസപ്പൊട്ടോമിയൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം. ഓക്കെ ആണല്ലോ. നൈൽ നദീതീരത്ത് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ആണ് അല്ലെ രൂപപ്പെട്ടത്. ഇനി അടുത്തത് നോക്കാം. 14th question, the first Kerala state political conference was held at ഒറ്റപ്പാലം, വടകര, ആലുവ, തിരൂർ. എവിടെയാണ്, ഫസ്റ്റ് കേരള സ്റ്റേറ്റ് പൊളിറ്റിക്കൽ കോൺഫറൻസ് ഹെൽഡ് ബൈ ഒറ്റപ്പാലത്താണ് ഹെൽഡ് ചെയ്തത്. ഓക്കെ, under the leadership of KPCC, the first all Kerala political conference was held at ഒറ്റപ്പാലം from April 23, 1921. എന്നാണ് രൂപപ്പെട്ടത്, April 23, 1921. It was inaugurated by then All Indian Congress Committee President തങ്കുതൂരി പ്രകാശമാണ് ഇതെന്ത് ചെയ്തത്, ഇനാഗുറേറ്റ് ചെയ്തത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 15th question, the strongest tide are spring tide, neap tide, മിക്സ്ഡ് ടൈഡ്, സർജസ്. അപ്പൊ ഏതൊക്കെയാണ് ഈ ടൈഡ്സ്? എന്താണ്, സ്പ്രിംഗ് ടൈഡ് വേലിയേറ്റം, നീം ടൈഡ് എന്താണ്, വേലിയിറക്കം. ഇതാണല്ലേ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ടൈഡ് എന്ന് പറയുന്നത് ഏതാണ്, സ്പ്രിംഗ് ടൈഡ് ആണ്. വേലിയേറ്റ സമയത്ത് നമുക്കറിയാം വെള്ളം പൊന്തിയിട്ട് വരും അല്ലെ, പുഴകളിലൊക്കെ വെള്ളം പൊന്തി വരും. നീം ടൈഡ് ആകുമ്പോഴോ വെള്ളം താഴ്ന്നു പോവുകയാണ് ചെയ്യുന്നത്. ഇനി സ്പ്രിംഗ് ടൈഡ് എങ്ങനെയാണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. സ്പ്രിംഗ് ടൈഡ് ഒക്കെ ട്വൈസ് ഈച്ച് ലൂണാർ മന്ത് ഓൾ ഇയർ ലോങ് വിത്തൗട്ട് റിഗാർഡ് ടു ദ സീസൺ. അതായത് സീസണിനെ വക വെക്കാതെ എല്ലാ ചന്ദ്രമാസത്തിലും ട്വൈസ്
രണ്ട് പ്രാവശ്യം എന്തുണ്ടാവുന്നു? സ്പ്രിംഗ് ടൈഡ് ഉണ്ടാവുന്നു. ഇനി നീപ് ടൈഡ് വിച്ച് ആൾസോ ഓക്കെ ട്വൈസ് എ മന്ത് ഹാപ്പൻ വെൻ ദ സൺ ആൻഡ് മൂൺ ആർ അറ്റ് റൈറ്റ് ആംഗിൾ ടു ഈച്ച് അതർ. സണ്ണും മൂണും റൈറ്റ് ആംഗിൾ ആകുമ്പോൾ രണ്ട് പ്രാവശ്യം മന്തിൽ രണ്ട് പ്രാവശ്യം എന്ത് ഹാപ്പൻ ചെയ്യുന്നു? നീപ് ടൈഡ് സംഭവിക്കുന്നുണ്ട്. ഇനി അടുത്തത് എന്താണ്? മിക്സ്ഡ് ടൈഡ് എന്താണ് നമുക്ക് നോക്കാം. ഹാവ് ടു ഹൈ ടൈഡ് ആൻഡ് ടു ലോ ടൈഡ് പെർ ഡേ ബട്ട് ദ ഹൈയസ്റ്റ് ഓഫ് ഇഫ് ഈച്ച് ടൈഡ് ഡിഫറെന്റ്. Have two high tide and two low tide per day but the highest of if each tide different. അത് പറയുന്നത് രണ്ട് ഹൈ ടൈഡും രണ്ട് ലോ ടൈഡും ഒരു ദിവസം ഉണ്ടാവുന്നുണ്ട്. ബട്ട് അവരുടെ ഹൈറ്റ് തമ്മിൽ എന്തുണ്ടായിരിക്കും? ഈച്ച് ടൈഡ് തമ്മിലും ഈച്ച് ടൈഡിന്റെ ഹൈറ്റ് തമ്മിൽ രണ്ട് ടൈഡിന്റെ ഹൈറ്റ് തമ്മിൽ എന്തുണ്ടായിരിക്കും? ഡിഫറൻസ് ഉണ്ടായിരിക്കും. അതിനെയാണ് മിക്സ്ഡ് ടൈഡ് എന്ന് പറയുന്നത്. അപ്പൊ സ്പ്രിംഗ് ടൈഡ് എന്താ നോക്കി, നീപ് ടൈഡ് എന്താ നോക്കി, മിക്സ്ഡ് ടൈഡ് എന്താണെന്ന് നോക്കി. അപ്പൊ സ്പ്രിംഗ് ടൈഡ് എന്തായിരുന്നു? സീസൺസിനെ വകവയ്ക്കാതെ എല്ലാ ലൂണാർ മാസത്തിലും രണ്ട് പ്രാവശ്യം ഉണ്ടാവുന്നതാണ് സ്പ്രിംഗ് ടൈഡ് എന്ന് പറയുന്നത്. നീപ് ടൈഡ് എന്ന് പറയുന്നത് എന്താണ്? സണ്ണും മൂണും റൈറ്റ് ആംഗുലർ ആകുമ്പോൾ ഉണ്ടാവുന്നതാണ്, രണ്ട് പ്രാവശ്യം ഉണ്ടാവുന്നതാണ് എന്ത്? നീപ് ടൈഡ് എന്ന് പറയുന്നത്. മിക്സ്ഡ് ടൈഡ് ആകുമ്പോൾ ടു ഹൈ ടൈഡും ടു ലോ ടൈഡും ഉണ്ടാവും. ഇവരുടെ ഹൈറ്റ് തമ്മിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി 16th ക്വസ്റ്റ്യൻ. ദ മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ ഫ്രം സ്റ്റേറ്റ് ഓഫ് കേരള ഈസ് 9, 20, 12, 50. അതായത് രാജ്യസഭ, കേരളത്തിൽ നിന്ന് രാജ്യസഭാ മെമ്പേഴ്സ് എത്ര ആയിരിക്കും? ആൻസർ വരുന്നത് 9 ആണ് കേട്ടോ. അപ്പൊ ലോക്സഭാ മെമ്പേഴ്സോ? ലോക്സഭാ മെമ്പേഴ്സ് നമുക്ക് നോക്കാം. 9 Rajya members are elected to Rajya Sabha from members of the Kerala State Legislative. Kerala State Legislative എത്ര മെമ്പേഴ്സ് ആണുള്ളത്? 9 മെമ്പേഴ്സ് ആണുള്ളത്. Present and past members of Lok Sabha from Kerala, 20 Lok Sabha members are elected. എത്ര മെമ്പേഴ്സ് ആണ് ലോക്സഭയിൽ? 20 മെമ്പേഴ്സ് ആണ് ഉണ്ടാവുന്നത്. Okay, in the 17th question, the Sangam work Tolkappiyam belong to the category of drama, grammar text, astrology, medicine. തോൽക്കാപ്പികം ഏത് കാറ്റഗറിയിലാണ് പെടുന്നത്? ഇത് ഗ്രാമർ ടെക്സ്റ്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 18th ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡെമോക്രാറ്റിക് സിസ്റ്റം? ഡെമോക്രാറ്റിക് സിസ്റ്റത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത് ഈ ക്വസ്റ്റ്യൻസിലൊക്കെ നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഇൻക്ലൂഡ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് എന്നൊക്കെ പറഞ്ഞു വരും. അപ്പൊ ചിലപ്പോൾ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് സവിശേഷത ആയത് ഏതെന്ന് ചോദിക്കും, സവിശേഷത അല്ലാത്തത് ഏതെന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻസ് വായിക്കാൻ നല്ല രീതിയിൽ ശ്രദ്ധാപൂർവം വായിച്ചാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. ഇവിടെ ചോദിച്ചത് നമ്മളെ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഏത് എന്നാണ് പറയുന്നത്. റൂൾ ഓഫ് ലോ, ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ്, ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ, പ്രൊട്ടക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ റൈറ്റ് ആൻഡ് ഫ്രീഡം. നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഏകാധിപത്യ ലീഡർഷിപ്പ് ആണോ നമ്മുടെ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിലെ ക്യാരക്ടറിസ്റ്റിക്സിൽ ഉൾപ്പെടുന്നതാണോ? അത് അല്ല. അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ്. ഓക്കെ, ഇനി 19th ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡെൻസിസ്റ്റ് ലെയർ ഓഫ് എർത്ത് ഈസ് ക്രസ്റ്റ്, ഔട്ടർ കോർ, മാൻഡിൽ, ഇന്നർ കോർ. ഭൂവൽക്കം, മാൻഡിൽ, പുറക്കാമ്പ്, അകക്കാമ്പ് ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. നമ്മൾ കാറ്റഗറി 2 എക്സാമിലൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുപോലെ 3യിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഭൂമിയുടെ പാളികൾ, ലെയേഴ്സ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു ടോപ്പിക്കാണ് ജിയോഗ്രഫിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ഇന്നർ കോർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് നോക്കാം. സ്ട്രക്ചർ ഓഫ് ദ എർത്തിന്റെ സ്ട്രക്ചർ നോക്കാം. ഇതാണ് ക്രസ്റ്റ്, പിന്നെ ഭൂവൽക്കം, മാൻഡിൽ, അകക്കാമ്പ്, പുറക്കാമ്പ്. ഇതാണ് നമ്മുടെ ഭൂമിയുടെ എർത്തിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അതില് ക്രസ്റ്റും മാൻഡിലിന്റെ ഉപരിഭാഗവും ചേർന്ന ഭാഗത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ശിലാമണ്ഡലം ഇവിടെയാണ് ഉള്ളത്. പിന്നെ അതിന് ബാക്കിയുള്ള ഭാഗമാണ് എസ്റ്റനോസ്ഫിയർ. അവിടെ പാർഷ്യൽ ലിക്വിഡ് രൂപത്തിലായിരിക്കും ഉണ്ടാവുന്നത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഇന്നർ കോർ ഈസ് അറ്റ് സെന്റേഴ്സ് ഓഫ് ദ എർത്ത് ബിക്കോസ് ഇറ്റ് ഈസ് ഡെൻസസ്റ്റ് ലെയർ ഏതാണെന്നാണ് ചോദിച്ചത്. അതെന്ന് പറയുന്നത് ഏതാണ്? ഇന്നർ കോർ ആണ്, അകക്കാമ്പാണ് നമ്മുടെ ഡെൻസസ്റ്റ് ലെയർ എന്ന് പറയുന്നത്. മെയ്ഡ് ഓഫ് സോളിഡ് അയൺ ആൻഡ് നിക്കൽ. ഇത് എന്തുകൊണ്ടാണ് മെയ്ഡ് ചെയ്തത്? സോളിഡ് അയൺ ആൻഡ് നിക്കൽ. ഓക്കെ ആണല്ലോ. പുറക്കാമ്പ്, ഇന്നർ കോർ എന്ന് പറയുന്നത് പുറക്കാമ്പാണ്, ഔട്ടർ കോർ അകക്കാമ്പ്. ഓക്കെ, ഇനി
question. Which of the following is not a function of the Supreme Court of India? സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ ഫംഗ്ഷൻ അല്ലാത്തത്, നോട്ട് എ ഫംഗ്ഷൻ ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. ഇലക്ഷൻ ടു പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, അപ്പീൽ ജൂറിസ്ഡിക്ഷൻ, ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ, അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ. അപ്പൊ സുപ്രീം കോർട്ടിന്റെ ധർമ്മത്തിൽ പെടാത്തത് ഏതാണ്, ഫംഗ്ഷൻ അല്ലാത്തത് ഏതാണ്? ഇലക്ഷൻ ടു ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നോക്കാം, ഇലക്ഷൻ ടു ദ പ്രസിഡന്റ് ഇൻഡയറക്റ്റ് ഇലക്ഷനിലൂടെയാണ് നമ്മൾ പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യുന്നത്. ഡയറക്റ്റ് ഇലക്ഷനും ഉണ്ട്, ഇൻഡയറക്റ്റ് ഇലക്ഷനും ഉണ്ട്. ഡയറക്റ്റ് ഇലക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരിട്ട് ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുക, അതാണ് ഡയറക്റ്റ് ഇലക്ഷൻ എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് ആകുമ്പോഴോ നമ്മളൊരു പ്രതിനിധികളെ തിരഞ്ഞെടുക്കും, അവരായിരിക്കും മറ്റു പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത്. അതാണ് ഇൻഡയറക്റ്റ് ഇലക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു പ്രസിഡന്റ് ആവാനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണ്? അദ്ദേഹം ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, 35 വയസ്സ് പൂർത്തിയാവണം. അതുപോലെ തന്നെ ലോക്സഭയിലേക്ക് മത്സരിക്കാനുള്ള എല്ലാത്തര കഴിവുകളും ഇദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം, യോഗ്യതകളും നേടിയ ഒരു വ്യക്തി ആയിരിക്കണം. ഇവർക്ക് മാത്രമേ പ്രസിഡന്റ് ആവാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാരാണ് സെലക്ട് ചെയ്യുന്നത്? ഇലക്ടറൽ കോളേജ് മെമ്പേഴ്സ് ആണ് പ്രസിഡന്റിനെ സെലക്ട് ചെയ്യുന്നത്. 21 The tennis court oath is related with. ടെന്നീസ് കോർട്ട് ഓത്ത് റിലേറ്റഡ് ചെയ്യുന്നത് ഓപ്ഷൻ എ ഫ്രഞ്ച് റവല്യൂഷൻ, ബി പാരീസ് കമ്മ്യൂൺ ആൻഡ് റഷ്യൻ റവല്യൂഷൻ, സെക്കൻഡ് വേൾഡ് വാർ. ഇത് റിലേറ്റ് ചെയ്തത് ഏതാണ്? ടെന്നീസ് കോർട്ട് ഓത്ത് റിലേറ്റഡ് ഫ്രഞ്ച് റവല്യൂഷൻ ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. It is very plain that is the tennis court oath was signed in early day of French Revolution. ഫ്രഞ്ച് റവല്യൂഷന്റെ ഏർലി ഡേയ്സിലാണ് എന്ത് സൈൻ ചെയ്തത്? ടെന്നീസ് കോർട്ട് ഓത്ത് സൈൻ ചെയ്തത്. ഇറ്റ് വാസ് എ ഇമ്പോർട്ടന്റ് വേൾഡ് ഷട്ടറിംഗ് ആക്ട് ആണ്. ഇതൊരു വേൾഡ് ഷട്ടറിംഗ് ആക്ട് ആയിരുന്നു. ദാറ്റ് ഡിസ്പ്ലേഡ് ബിലീഫ് ദാറ്റ് പൊളിറ്റിക്കൽ അതോറിറ്റി കം ഫ്രം നാഷൻസ് പീപ്പിൾസ് ആൻഡ് നോട്ട് ഫ്രം ദ മൊണാർക്കി. അതായത് ടെന്നീസ് കോർട്ട് ഓത്ത് എന്താ പറയുന്നത്? രാഷ്ട്രീയ അധികാരം എവിടെ നിന്നാണ് വന്നത്? രാഷ്ട്രീയ ജനങ്ങളിൽ നിന്നാണ് വന്നത്, അല്ലാതെ എന്തിൽ നിന്നല്ല? നാടുവാഴ്ച മൊണാർക്കിയിൽ നിന്നല്ല എന്നാണ് എന്ത് പറയുന്നത്? ടെന്നീസ് കോർട്ട് ഓത്ത് പറയുന്നത്. എന്താണ്? ഇതൊരു വേൾഡ് ഷട്ടറിംഗ് ആക്ട് ആണ്. ഇറ്റ് ബിലീവ് ദാറ്റ് പൊളിറ്റിക്കൽ അതോറിറ്റി കെയിം ഫ്രം പൊളിറ്റിക്കൽ പീപ്പിൾ, നാഷൻസ് പീപ്പിൾ ആൻഡ് നോട്ട് ഫ്രം ദ മൊണാർക്കി. ഇത് മൊണാർക്കിയിൽ നിന്നല്ല, എന്തിൽ നിന്നാണ്? പൊളിറ്റിക്കൽ അതോറിറ്റി വന്നത്, രാഷ്ട്രീയ അധികാരം വന്നത് രാഷ്ട്രീയ ജനങ്ങളിൽ നിന്നാണ് എന്നാണ് ടെന്നീസ് കോർട്ട് ഓത്ത് പറയുന്നത്. ഓക്കെ, ഇത് ഫ്രഞ്ച് റവല്യൂഷന്റെ ഏർലി ഡേയ്സിലാണ് ഇത് സൈൻ ചെയ്തത്. ഇനി 22 ക്വസ്റ്റ്യൻ. ഹു ഈസ് ദ ഹെഡ് ഓഫ് ദ ഗവൺമെന്റ് ഇൻ ഇന്ത്യ? ഹെഡ് ഓഫ് ദ ഗവൺമെന്റ് ഇൻ ഇന്ത്യ ഏതാണ്? ഹെഡ് ഓഫ് ദ ഗവൺമെന്റ് ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ഏതാ വരിക? പ്രൈം മിനിസ്റ്റർ ആണ് വരുന്നത്. ഓക്കെ, അടുത്തത് ദ ഹെഡ് ഓഫ് ദ ഗവൺമെന്റ് ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ പ്രൈം മിനിസ്റ്റർ ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഹെഡ് ഓഫ് ദ ഗവൺമെന്റ് ഇൻ ഇന്ത്യ എന്ന് ചോദിക്കുമ്പോൾ പ്രസിഡന്റ് ആണ് വരുന്നത്. ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് ദ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്ന് ചോദിക്കുമ്പോൾ പ്രസിഡന്റ് ആണ് ആൻസർ വരുന്നത്. അത് ഹെഡ് ഓഫ് ദ ജുഡീഷ്യറി ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ ചീഫ് ജസ്റ്റിസ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഗവൺമെന്റിന്റെ തലവൻ എന്ന് പറയുമ്പോൾ ആരായിരിക്കും? അത് പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. ഇന്ത്യൻ ഗവൺമെന്റ് തലവൻ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. ഗവൺമെന്റിന്റെ ഭരണഘടനാ തലവൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലാണ് ആര് വരിക? പ്രസിഡന്റ് ആൻസർ വരുന്നത്. ഓക്കെ, ഇനി 23 ദ നോർത്ത് മോസ്റ്റ് റിവേഴ്സ് ഓഫ് കേരള ഈസ് മഹാറിവർ, വളപട്ടണം റിവർ, ബ്രഹ്മപുഴ, ബക്രമഞ്ചേശ്വര ഹോൾ. ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് ബക്രമഞ്ചേശ്വര ഹോൾ ആണ്. ഇതിൽ മഹാറിവറും വളകാപ്പട്ടണം റിവറും എവിടെയാണ്? കണ്ണൂരാണ്. അപ്പം ഭാരതപ്പുഴ എല്ലാം നമുക്കറിയാം. അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് ബക്രമഞ്ചേശ്വര ഹോൾ ആണ്. 24 വിച്ച് അമംഗ് ദ ഫോളോവിംഗ് ദ സ്റ്റേറ്റ്മെന്റ് ട്രൂ? ഇതിൽ ഏതാണ് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ റെയിൻ റിസീവ്ഡ് ഇൻ ദ കേരള ഈസ് മോസ്റ്റ്ലി ഓറോഗ്രാഫിക്. ദ സൗത്ത് വെസ്റ്റേൺ മൺസൂൺ റെയിൻ റിസീവ്ഡ് ഇൻ കേരള ഈസ് മോസ്റ്റ്ലി ബോർഡർ റെയിൻ. The southwestern monsoon rain received in Kerala is mostly convectional. The southwestern monsoon rain received in Kerala mostly frontal. ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ ആണ്. The southwestern monsoon received in Kerala is mostly orographic. എന്താണ് മൺസൂൺ എങ്ങനെയാണ് വരുന്നത്? മൗസിം എന്ന അറബ് പദത്തിൽ നിന്നാണ് മൺസൂൺ ഉണ്ടായത് അല്ലെ. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ് നമുക്ക് കേരളത്തിൽ ഇടവപ്പാതി എന്നൊക്കെ പറയുന്നത്. എ ഗുഡ് പാർട്ട് ഓഫ് കേരളാസ് റെയിൻ ഈസ് കോസ്ഡ് ബൈ ദ ഓറോഗ്രാഫി ഓഫ് വെസ്റ്റേൺ ഘാട്ട് മൗണ്ടൻ റേഞ്ച്. പശ്ചിമഘട്ടത്തിൽ മലനിരകളിൽ ഉണ്ടാകുന്ന ഓറോഗ്രാഫിയാണ് കൂടുതലായിട്ടും കേരളത്തിലെ മഴയ്ക്ക് കാരണം എന്നാണ് പറയുന്നത്. അത് 68%
പെർസെൻറ്റേജും എവിടെയാണ്, എന്താണ്, സൗത്ത് വെസ്റ്റ് മൺസൂൺ ആണ്, മൺസൂൺ സീസൺ ആണ്. ഓക്കെ, ഇനി 25 ക്വസ്റ്റ്യൻ. 25th ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോവിങ് ഏജൻസി കൺട്രോൾ ദ മണി സപ്ലൈ ഓഫ് എൻ എക്കണോമി? മണി സപ്ലൈ കൺട്രോൾ ചെയ്യുന്നത് ഏതാണ്? വേൾഡ് ബാങ്ക്, സെൻട്രൽ ബാങ്ക്, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, IMF, കൊമേഴ്ഷ്യൽ ബാങ്ക്. ഏതാണ്? നമുക്ക് ഓപ്ഷൻ വായിക്കേണ്ട ആവശ്യം ഒന്നുമില്ല. മണി സപ്ലൈ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ ബാങ്ക് ആണ്. സെൻട്രൽ ബാങ്കിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് അറിയാലേ? ഏതാണ്? ബാങ്കുകളുടെ ബാങ്ക്, സർക്കാരിന്റെ ബാങ്ക്, നോട്ട് അച്ചടിക്കുക, അതൊക്കെയാണ് സെൻട്രൽ ബാങ്കിന്റെ പ്രധാനപ്പെട്ട ധർമ്മം. അതുപോലെ തന്നെ മണി സപ്ലൈ കൺട്രോൾ ചെയ്യുന്നത്, 1 രൂപ ഒഴികെയുള്ള നോട്ടുകളൊക്കെ ആരാണ് അച്ചടിക്കുന്നത്? നമ്മുടെ സെൻട്രൽ ബാങ്ക് ആണ് അച്ചടിക്കുന്നത്. ഇനി അടുത്തത് 26th. Who present the objective resolution before the Constitution Assembly? Constitution Assemblyയിലെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ പ്രസന്റ് ചെയ്തത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, രാജ്കുമാരി അമിത്കൗ, PT ജവഹർലാൽ നെഹ്റു. ഏതാ നമ്മുടെ ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്, PT ജവഹർലാൽ നെഹ്റു. അംബേദ്കർ, രാജേന്ദ്ര പ്രസാദ്, രാജ്കുമാരി അമിത്കർ, ജവഹർലാൽ നെഹ്റു. ആൻസർ വരുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു, PT ജവഹർലാൽ നെഹ്റു introduced the objective resolution in the Constituent Assembly on December 13, 1946. എന്നാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? December 13, 1946 This resolution accepted by the Constituent Assembly from the basis of Indian political systemന്റെ അടിസ്ഥാനത്തിൽ എന്തുണ്ടായി? ഇത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഇതെന്ത് ചെയ്തു? ഈ റെസൊല്യൂഷൻ അക്സെപ്റ്റ് ചെയ്തു. ഡേറ്റ് ഓർമ്മിക്കണം, December 13, 1946 ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, ഇനി അടുത്ത 27th ക്വസ്റ്റ്യൻ നോക്കാം. The longest distance radio communication is made possible through the thermosphere by the presence of ഓസോണോസ്ഫിയർ, മിസോസ്ഫിയർ, എക്സോസ്ഫിയർ, ലയനോസ്ഫിയർ. നമ്മുടെ എന്താ പറയാ, നമ്മുടെ സ്ട്രക്ചേഴ്സിന് ഏതൊക്കെയാണുള്ളത്? സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, അയണോസ്ഫിയർ. എവിടെയാണ് റേഡിയോ കമ്മ്യൂണിക്കേഷൻ എവിടെയുള്ളത്? എവിടെയാണ്? നമ്മുടെ ഓപ്ഷൻ അയണോസ്ഫിയറിലാണ് റേഡിയോ കമ്മ്യൂണിക്കേഷൻ ഉള്ളത്. അപ്പൊ നമ്മുടെ സ്ട്രക്ചറിൽ ആദ്യം തന്നെ നമുക്ക് ട്രോപ്പോസ്ഫിയർ എന്താണെന്ന് നോക്കാം. ട്രോപ്പോസ്ഫിയറിൽ വെതേഴ്സ്, അതുപോലെ തന്നെ ക്ലൗഡ്, ഇതൊക്കെ എവിടെയാണ് ഉണ്ടാവുന്നത്? അനുഭവപ്പെടുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. ഇവിടെ നോർമൽ ലാപ്സ് റേറ്റ് ആണ്. അതെന്താണ് നോർമൽ ലാപ്സ് റേറ്റ് എന്ന് പറയുന്നത്? ഓരോ 165 ഡിഗ്രി കൂടുമ്പോഴും 1 ഡിഗ്രി സെൽഷ്യസ്, 165 മീറ്റർ ഉയരം കൂടുമ്പോഴും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന രീതിയിൽ താപം കുറയുന്നു. അതാണ് നോർമൽ ലാപ്സ് റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, ഓസോൺ ലെയേഴ്സ് കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഇത് സമതാപ മേഖലകളാണ്. ഇവിടെ താപനിലയിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഇനി മെസോസ്ഫിയർ എന്ന് പറയുന്നത് 50 മുതൽ 80 കിലോമീറ്റർ വരെയുള്ളതാണ് മെസോസ്ഫിയർ. ഇവിടെ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കുറഞ്ഞു വരുന്നുണ്ട്. തെർമോസ്ഫിയർ എന്ന് പറയുന്നത് തെർമോസ്ഫിയറിന്റെ താഴ്ന്ന വിഭാഗമാണ് അയണോസ്ഫിയർ. ഇവിടെയാണ് റേഡിയോ കമ്മ്യൂണിക്കേഷൻ ഒക്കെ തെർമോസ്ഫിയറിലാണ്. ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില ഗണ്യമായിട്ട് കൂടുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ 4 മണ്ഡലങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 28th question. The Mesolithic site Bangor is situated in the state of Madhya Pradesh, Rajasthan, Karnataka, Bihar. എവിടെയാണ്? മെസോലിത്തിക് സൈറ്റ് എവിടെയാണ്? ബാംഗ്ലൂർ സിറ്റുവേറ്റഡ് ചെയ്തത് രാജസ്ഥാനിലാണ്. മധ്യപ്രദേശിൽ ഏതാണ്? ഭീംപേഡ്ക എവിടെയാണ്? മധ്യപ്രദേശിലാണ്. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇത് ഓർത്ത് വെക്കേണ്ടതാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 29th question. The longest west flowing peninsular rivers. ഏതൊക്കെയാണ് വെസ്റ്റ് ഫ്ലോയിങ് ചെയ്യുന്ന പെനിൻസുലാർ റിവേഴ്സ് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചത്. ലോങ്സ്റ്റ് ആയിട്ടുള്ളത് താപ്തി, പെരിയാർ, നർമ്മദ, ലൂണി. ഓക്കെ, ഉപദ്വീപീയ നദികൾ എന്ന് പറഞ്ഞാൽ 3 ഭാഗവും ദ്വീപുകളാൽ ചുറ്റപ്പെട്ടതാണ് ഉപദ്വീപീയ നദികൾ എന്ന് പറയുന്നത്. പെനിൻസുലാർ റിവേഴ്സിനെ തന്നെ നമ്മൾ കിഴക്കോട്ട് ഒഴുകുന്നവ, പടിഞ്ഞാറോട്ട് ഒഴുകുന്നവ എന്ന് പറഞ്ഞ് 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഈ കിഴക്കോട്ട് ഒഴുകുന്നവ എവിടെയാണ് ചെന്ന് പതിക്കുന്നത്? ബംഗാൾ ഉൾക്കടലിലാണ് ചെന്ന് പതിക്കുന്നത്. പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് എവിടെയാണ് ചെന്ന് പതിക്കുന്നത്? അറബിക്കടലിലാണ് പതിക്കുന്നത്. കിഴക്കോട്ട് ഒഴുകുന്നവ ഏതൊക്കെയാണ്?
ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി ഇവയൊക്കെയാണ് കിഴക്കോട്ട് ഒഴുകുന്നത്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണ്? നർമ്മദ, താപ്തി, ലൂണി, സബർമതി. അപ്പൊ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള എന്താണ് പെനിൻസുല റിവർ, പടിഞ്ഞാറോട്ട് ഒഴുകുന്ന പെനിൻസുല റിവർ ഏതാണ്? വെസ്റ്റ് ഫ്ലോയിങ് പെനിൻസുല റിവർ എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷനിൽ വരുന്നത് എത്രാമത്തെയാണ്? സി ആണ്, നർമ്മദയാണ് കേട്ടോ. നർമ്മദയാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള പെനിൻസുലാർ റിവർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ 13th ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് ആൻ ഇറോഷണൽ ലാൻഡ് ഫോം ക്രിയേറ്റഡ് ബൈ വിൻഡ്? അതായത് വിൻഡിന്റെ സഹായത്താൽ രൂപപ്പെടുന്ന ഇറോഷണൽ ലാൻഡ് ഫോംസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. ജോർജ്, വി ഷേപ്ഡ് വാലി, സിങ്ക് ഹോൾ, മഷ്റൂം റോക്ക്. അപ്പൊ വിൻഡിന്റെ സഹായത്താൽ രൂപപ്പെടുന്ന ഇറോഷണൽ ലാൻഡ് ഫോം ഏതാണ്? മഷ്റൂം റോക്ക് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇവയൊക്കെ എന്തിന്റെ ഫലമായിട്ടാണുള്ളത്? ജോർജ്, വി ഷേപ്ഡ് വാലി, സിങ്ക് ഹോളും എന്താണ്? വാട്ടർ ഇറോഷന്റെ ഫലമായിട്ട് രൂപപ്പെടുന്ന എന്താണ്? ലാൻഡ് ഫോം ആണ്. ഈ ജോർജ്, വി ഷേപ്ഡ് വാലി, സിങ്ക് ഹോളൊക്കെ വാട്ടർ ഇറോഷന്റെ ഫലമായിട്ട് രൂപപ്പെടുന്നതാണ്. മറ്റേത് എന്താണ്? വിൻഡിന്റെ ഫലമായിട്ട് രൂപപ്പെടുന്നതാണ്. ഈ 31st ക്വസ്റ്റ്യൻ, ദ സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് വാസ് ഹെൽഡ് ഇൻ? ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് ഉണ്ട്, സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് ഉണ്ട്, തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് ഉണ്ട് കേട്ടോ. നമ്മുടെ ഓപ്ഷൻ ചോദിക്കുന്നത് സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് ആണ്. സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് 1556 ഫസ്റ്റ് എന്നാണ് 1526, സെക്കൻഡ് 1556, തേർഡ് 1737. മുഗൾ സാമ്രാജ്യത്തിന്റെ സ്ഥാപനത്തിന്റെ ഫലമായിട്ട് ഉണ്ടായതാണ് പാനിപ്പത്ത് എന്ന് പറയുന്നത്. ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് മുഗൾ സാമ്രാജ്യത്തിന്റെ സ്ഥാപനത്തിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ട് രൂപപ്പെട്ടതാണ്. പിന്നെ അതുപോലെ തന്നെ വെടിയുണ്ടകള്, തീക്കോപ്പുകളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത് ഈ യുദ്ധത്തിന്റെ ഫലമായിട്ടാണ്. വെടിയുണ്ടകളും തീക്കോപ്പുകളൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയത്. ഫസ്റ്റ് 1526, 1556, 1737 3 ബാറ്റിൽ ഓഫ് പാനിപ്പത്തിന്റെ ഇയേഴ്സ് ആണ്. ഇത് ഓർത്തു വെക്കണം. ഓക്കെ, ഇനി 32, ദ അനുഭവ മഠം ഈസ് റിലേറ്റഡ് വിത്ത്? അനുഭവ മഠം റിലേറ്റഡ് ചെയ്തതാണ് കബീർ, ഗുരുനാനക്, ശൂദ്രാസ്, ബസവണ്ണ. ആൻസർ വരുന്നത് ബസവണ്ണയാണ്. ഗുരുനാനക്കോ? ദ പ്രേയർ സോങ് ഈസ് ആസ് ദ ഷബാദ് വർ റിലേറ്റഡ് ടു? ഷബാദ് ഏതാണ് റിലേറ്റ് ചെയ്തത്? ഗുരുനാനാക്കാണ്. നമ്മുടെ ഈ പ്രാവശ്യത്തെ അല്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ കാറ്റഗറി 3 നമ്മുടെ ഗുരുനാനാക്കുമായി റിലേറ്റഡ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഷബാദ് വർ റിലേറ്റഡ് ടു ഗുരുനാനാക്ക്. ഓക്കെ, ഇനി 33 ക്വസ്റ്റ്യൻ, ദ മഗധ റൂളർ ബിംബസാര ബിലോങ് ടു ദ ഡൈനാസ്റ്റി? ബിംബസാര ഏത് ഡൈനാസ്റ്റിയിലെ റൂളർ ആയിരുന്നു? നമുക്ക് നോക്കാം. ഹയങ്ക, മൗര്യ, ശിശുങ്ക, നന്ദ. ഏത് ഡൈനാസ്റ്റിയാണ്? ഹയങ്ക ഡൈനാസ്റ്റിയിലെ റൂളർ ആരായിരുന്നു? ബിംബസാര ബിലോങ് ടു ദ ഏത് ഡൈനാസ്റ്റിയിലെ ബിംബസാര? ദ റൂളർ ഓഫ് ഹയങ്ക. Bimbisara was the first ruler of Iyengar dynasty. He was an excellent administrator and ruled from 544 BC to 592 BC. ഇദ്ദേഹം പറയുന്നത് ഒരു എക്സലന്റ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു ഇദ്ദേഹം എന്ന് പറയുന്നത്. BC 544 492 കാലഘട്ടത്തിലാണ് ഇദ്ദേഹത്തിന്റെ ഭരണം എന്ന് പറയുന്നത്. മൗര്യയിലെ ഭരണാധികാരിയായിരുന്നു ചന്ദ്രഗുപ്ത മൗര്യനായിരുന്നു. ഓക്കെ, ദ ഹൈയസ്റ്റ് പീക്ക് സൗത്ത് ഓഫ് ഹിമാലയാസ്? ആനമുടി, ദോഡബേട്ട, മീശപ്പുലിമല, പൈതൽമല. ഏതാ നമ്മുടെ ആൻസർ വരുന്നത്? ആനമുടിയാണ് കേട്ടോ. ഹൈയസ്റ്റ് പീക്ക് സൗത്ത് ഹിമാലയാസ് എന്ന് പറയുന്നത് ആനമുടിയാണ്. Anamudi is the mountain located in the Ernakulam and Idukki districts of Indian state of Kerala. Ernakulam Idukki district ലാണ് എന്തുള്ളത്? ആനമുടി ഉള്ളത്. ഇതിന്റെ എലിവേഷൻ എന്ന് പറയുന്നത് 2695 ആണ്. 2695 ആണ്. ടോപ്പോഗ്രാഫിക് പ്രൊമിനൻസ് എന്ന് പറയുന്നത് 2479 ആണ്. ആനമുടി എന്ന് പറയുന്നത് ഹൈയസ്റ്റ് പീക്ക് ഓഫ് സൗത്ത് ഹിമാലയ ആണ്. ഈ എലിവേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 2695 ടോപ്പോഗ്രാഫിക് ഫിനോമിനൻസ് എന്ന് പറയുന്നത് 2479 ആണ്. ഓക്കെ, ഇനി 35th question. Identify the leader of the revolt of 1857 at Kanpur. കാൺപൂരിലെ 1857 റിവോൾട്ടിലെ കാൺപൂരിലെ ലീഡർ ആരായിരുന്നു? ബർജിസ് ക്വാർട്ടർ, ബഹദൂർ. ഓപ്ഷൻ എ
വിജയ് സ്ക്വാദർ, ബഹദൂർ ഷാ രണ്ടാമൻ, നാനാ സാഹേബ്, മംഗൾ പാണ്ഡെ. ആരായിരുന്നു? നമ്മുടെ ആൻസർ വരുന്നത് നാനാ സാഹിബ് ആണ്. ഓക്കെ. During 1857, oppressing the Kanpur, we led the sepoys and successfully forced the British enrichment to surrender. ആരാണ് ലെഡ് ചെയ്തത്? ശിപ്പായികളെ ലെഡ് ചെയ്യുകയും ചെയ്യുന്നു, അതുപോലെ തന്നെ സറണ്ടർ ചെയ്യുകയും ചെയ്യുന്നു. ബ്രിട്ടീഷുകാരെ എൻറിച്ച്മെന്റിനെ സറണ്ടർ ചെയ്യുകയും ചെയ്ത വ്യക്തി ആരായിരുന്നു? നാനാ സാഹിബ് ആയിരുന്നു. ഇദ്ദേഹം എവിടെയാണ്? 1857 റിവോൾട്ടിൽ കാൺപൂരിൽ നേതൃത്വം കൊടുത്തത് നാനാ സാഹിബ് ആയിരുന്നു. Okay, in 36th question, the Panchashila agreement was signed by. Panchashila agreement sign ചെയ്തത് ഇന്ത്യ, പാകിസ്ഥാൻ, ഇന്ത്യ ആൻഡ് നേപ്പാൾ, ഇന്ത്യ ആൻഡ് ചൈന, ഇന്ത്യ ആൻഡ് റഷ്യ. പഞ്ചശീല അഗ്രിമെന്റ് സൈൻ ചെയ്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഇന്ത്യ ആൻഡ് ചൈന. എന്തായിരുന്നു പഞ്ചശീല അഗ്രിമെന്റ്? നമുക്ക് നോക്കാം. പഞ്ചശീല ഈസ് an agreement on trade and intercourse between the tribal region of China and India. ഇന്ത്യയും ചൈനയുടെയും ട്രൈബൽ റീജിയൻ തമ്മിലുള്ള ഒരു ഇന്റർകോഴ്സും അതുപോലെ തന്നെ വ്യാപാരവും ബന്ധവും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ് പഞ്ചശീൽ അഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഇന്ത്യ ചൈന ട്രൈബൽ റീജിയൻസിലെ വ്യാപാരവും ബന്ധവും തമ്മിലുള്ള ഒരു അഗ്രിമെന്റ് ആണ് എന്ത്? പഞ്ചശീൽ അഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഇന്ത്യ ചൈന ആയിട്ടാണ് സൈൻ ചെയ്തത്. ഓക്കെ. ഇനി 37th question, which article of the Indian Constitution guarantees the right to education? നമ്മുടെ ആർട്ടിക്കിൾ, നമുക്ക് ഒരുപാട് ആർട്ടിക്കിൾസ് ഉണ്ട്. അതിലെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ നമ്മൾ ഉൾപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആർട്ടിക്കിൾ 21A. ഓക്കെ. ആർട്ടിക്കിൾ 21 എന്താണ് പറയുന്നത്? പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. ആർട്ടിക്കിൾ 20 എന്താ പറയുന്നത്? പ്രൊട്ടക്ഷൻ ഫ്രം ദ കൺവിക്ഷൻ ഫോർ ദ ഒഫൻസ്. ആർട്ടിക്കിൾ 22 പറയുന്നത് സോഷ്യൽ സെക്യൂരിറ്റി ആണ്. 21A ആണ് റൈറ്റ് എഡ്യൂക്കേഷൻ പരാമർശിച്ചിട്ടുള്ള ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 21A ആണ്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 38. ഹൂ സർട്ടിഫൈഡ് ബിൽ ആസ് എ മണി ബിൽ? ആരാണ് ബിൽ ആസ് എ മണി ബിൽ സർട്ടിഫൈ ചെയ്തത്? ആരാണ്? സ്പീക്കർ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 39th question, which of the following is not a component of food security in India? ഇതില് ഫുഡ് സെക്യൂരിറ്റിയുടെ കോമ്പണൻസ് അല്ലാത്തത് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ അവൈലബിലിറ്റി, അഫോർഡബിലിറ്റി, സസ്റ്റൈനബിലിറ്റി, അക്സസിബിലിറ്റി. അപ്പൊ നമുക്കറിയാം ഇത് അവൈലബിൾ ആയിരിക്കണം, അഫോർഡബിൾ ആയിരിക്കണം, അതുപോലെ തന്നെ അക്സസിബിളും ആയിരിക്കണം. അപ്പൊ സസ്റ്റൈനബിലിറ്റി ഇതിൽ അല്ലാത്തതാണ്. അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് ഏതാണ്? സസ്റ്റൈനബിലിറ്റി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. ഇനി 14th question, the continent which hold the world largest desert. നമ്മുടെ ഓപ്ഷൻ നോക്കാം. സൗത്ത് അമേരിക്ക, ആഫ്രിക്ക, ഓസ്ട്രേലിയ, ഏഷ്യ. നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് വേൾഡസ്റ്റ് ലാർജസ്റ്റ് ഡെസേർട്ട് എന്ന് പറയുന്നത് എവിടെയാണ്? ഏത് കോണ്ടിനെന്റിലാണ് വേൾഡിലെ ലാർജസ്റ്റ് ഡെസേർട്ട് എന്ന് പറയുന്നത്? അതെന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷനിൽ ഇതിൽ കൊടുത്തിട്ടില്ല. അന്റാർട്ടിക്ക ആണ് വേൾഡിലെ ലാർജസ്റ്റ് ഡെസേർട്ട് ഉൾപ്പെട്ട കോണ്ടിനെന്റ് എന്ന് പറയുന്നത്. അന്റാർട്ടിക്ക ഡെസേർട്ട് ആണ്, അന്റാർട്ടിക്കയിലാണ്. ഈസ് ദ ലാർജസ്റ്റ് ഡെസേർട്ട് ഓൺ എർത്ത്, ഓൾമോസ്റ്റ് ട്വൈസ് ദ സൈസ് ഓഫ് ദ സഹാറ ഡെസേർട്ട്. സഹാറ ഡെസേർട്ടിനെ കാട്ടിയും ഇരട്ടി വലുപ്പാണ് അതിനുള്ളത്. അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത് അന്റാർട്ടിക്ക ഡെസേർട്ട് ആണ്. പക്ഷെ നമ്മുടെ ഓപ്ഷനിൽ ഇത് തന്നിട്ടില്ല. നമ്മുടെ ആൻസർ ഇവിടെ വരുമ്പോൾ ഇതിൽ പറയുന്നത് എന്താണ്? സെക്കൻഡ് ഹോട്ട് ഡെസേർട്ട് സഹാറ ഡെസേർട്ട്. സെക്കൻഡ് ആയിട്ടുള്ള അന്റാർട്ടിക്ക ഡെസേർട്ട് കഴിഞ്ഞിട്ട് സെക്കൻഡ് ആയിട്ട് വരുന്നതാണ് സഹാറ ഡെസേർട്ട്. ഇത് സെക്കൻഡ് ഹോട്ട് ഡെസേർട്ട് ആണ്. ഇത് എവിടെയാണ് നിലകൊള്ളുന്നത്? ഇത് നോർത്തേൺ പാർട്ട് ഓഫ് ആഫ്രിക്ക കോണ്ടിനെന്റ് ആണ്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ പറയുമ്പോൾ നമ്മൾ അന്റാർട്ടിക്ക ആണ് ആൻസർ വരുന്നത്. പക്ഷെ ഇവിടെ ഓപ്ഷനിൽ ആഫ്രിക്ക ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ ആൻസർ ആയിട്ട് പറയാൻ പറ്റുന്നത്. പക്ഷേ ആഫ്രിക്ക എന്ന് പറയുന്നത് സെക്കൻഡ് ഹോട്ട് ഡെസേർട്ട് ആണ്. ഫസ്റ്റത്തത് അന്റാർട്ടിക്ക ആണ്. വേൾഡിലെ ലാർജസ്റ്റ് ഡെസേർട്ട് ഉൾപ്പെടുന്ന കോണ്ടിനെന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ വരുന്നത് അന്റാർട്ടിക്ക ആണ്. ഇത് ഓർത്ത് വെക്കണം കേട്ടോ. ഇനി 41th question, the seismic wave which does not passes through liquid. ലിക്വിഡിലൂടെ പാസ് ചെയ്യാൻ പറ്റാത്ത സീസ്മിക് വേവ് ഏതാണ്? ഏത് വേവ്സിലൂടെയാണ്? പി വേവ്, എൽ വേവ്, എസ് വേവ്, ആർ വേവ്. ഓപ്ഷൻ വരുന്നത് ആൻസർ വരുന്നത് എസ് വേവ് ആണ്. എസ് വേവ് cannot travel through liquids. Liquids do not have any shear strength and so shear wave cannot propagate through liquid. എന്താണ്? എസ് വേവിന് എന്തുണ്ടായിരുന്നില്ല? ഷിയർ സ്ട്രെങ്ത് ഇല്ല. അതുകൊണ്ട് തന്നെ ഷിയർ വേവ്സിന് എന്തിലൂടെ പാസ് ചെയ്യാൻ പറ്റൂല? ത്രൂ ലിക്വിഡിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്ത് പാസ് ചെയ്യാൻ പറ്റൂല. ഓക്കെ. ഇനി 42 question,
The physiographic feature of the North Indian plains where the Himalaya river re-emerged. Himalaya rivers The physiographic features of the North Indian plains where the Himalayan rivers re-emerged. Himalayan rivers എവിടുന്നാണ് re-emerge ചെയ്തത്? ബാബർ, തേരായ്, ബാങ്കർ, ഖാദർ. ഏതാണ് നമ്മുടെ ആൻസർ വരുന്നത്? ബി ആണ്, തേരായ്. Okay, northern plains on the basis of variation can be divided into 4 region ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ബാബർ, തേരായ്, ബാങ്കർ ആൻഡ് ഖാദർ. അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് ഇതിലേതാണ്? നോർത്തേൺ പ്ലെയിൻസ് വേർ ഹിമാലയൻ റിവേഴ്സ് റീഎമർജ് ചെയ്യുന്നത് തേരായിൽ നിന്നാണ്. ഓക്കെ, ഇനി 43 ക്വസ്റ്റ്യൻ. 43 ഏതാന്ന് നോക്കാം. വിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി കണ്ടക്ട് ഇലക്ഷൻ ടു പാർലമെന്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി? ഇവിടേക്ക് പാർലമെന്റിലേക്ക് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കൊക്കെ ഇലക്ഷൻ നടത്തുന്നത് ആരാണ്? ദ പ്രസിഡന്റ്, ലോക്സഭ, നീതി ആയോഗ്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഏതാണ് നമ്മുടെ ആൻസർ വരുന്നത്? ദ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇലക്ഷൻ കമ്മീഷന്റെ ഡ്യൂട്ടി എന്താണ്? പാർലമെന്റ്, നിയമസഭ, സംസ്ഥാന നിയമസഭ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, പാർലമെന്റ്, നിയമസഭ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഇവിടേക്കൊക്കെ ഇലക്ഷൻ നടത്തുന്നതിനുള്ള അധികാരം നൽകുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. ദ പ്രസിഡന്റിന്റെ ധർമ്മം എന്താണ്? പ്രിസർവ്, പ്രൊട്ടക്ട് ആൻഡ് ഡിഫെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ലോ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ എന്ത് ചെയ്യുക? പ്രൊട്ടക്ട് ചെയ്യുക എന്നാണ്. ലോക്സഭ പാസ് ബിൽ ആൻഡ് മേക്സ് ലോസ് ആണ് ഇതിന്റെ ലോക്സഭയുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 44 നോക്കാം. ദ കണ്ടിന്യൂസ് ഇൻക്രീസ് ഇൻ നാഷണൽ ഇൻകം ഓഫ് എൻ എക്കണോമി ഓവർ എ പീരീഡ് ഓഫ് ഇയർ ഈസ് നോൺ ആസ്. കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നു? നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നു ഓവർ എ പീരീഡ് ഓഫ് ഇയർ. അതിനെന്താണ് പറയുന്നത്? എക്കണോമിക് ഗ്രോത്ത്, എക്കണോമിക് ഡെവലപ്മെന്റ്, സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ, സ്ട്രക്ചറൽ ചേഞ്ച്. നമ്മുടെ ആൻസർ ഏതാ വരുന്നത്? എക്കണോമിക് ഗ്രോത്ത് ആണ്. നാഷണൽ ഇൻകത്തിന്റെ ഇൻക്രീസ് ആണ് വരുന്നത്. അപ്പൊ എക്കണോമിക് ഗ്രോത്ത് എന്താണ് നമുക്ക് നോക്കാം. എക്കണോമിക് ഗ്രോത്ത് ബ്രിങ്സ് ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ച് ഇൻ ദ എക്കണോമി. എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ച് ആണ്. എക്കണോമിയിൽ ഉണ്ടാവുന്ന ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. പെർ കാപ്പിറ്റ ഇൻകം, നാഷണൽ ഇൻകത്തിന്റെ ഒക്കെ ഗ്രോത്ത് ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത് പെർ കാപ്പിറ്റ ഇൻകം, നാഷണൽ ഇൻകത്തിന്റെ ഒക്കെ വളർച്ചയാണ്. ഇനി സാമ്പത്തിക വികസനം എന്താണ്? എക്കണോമിക് ഡെവലപ്മെന്റ്. ഇറ്റ് ഈസ് പ്രോഗ്രസീവ് ചേഞ്ച് ഇൻ സോഷ്യോ എക്കണോമിക് സ്ട്രക്ചർ ഓഫ് എ കൺട്രി. സോഷ്യോ എക്കണോമിക് സ്ട്രക്ചറിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ് എന്ത്? സാമ്പത്തിക വികസനം എന്ന് പറയുന്നത്. ഇൻകം, സേവിങ്, ഇൻവെസ്റ്റ്മെന്റ് ഇതിലൊക്കെ ഉണ്ടാവുന്ന വ്യത്യാസമാണ് എക്കണോമിക് ഡെവലപ്മെന്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, അപ്പൊ നാഷണൽ ഇൻകം, പെർ കാപ്പിറ്റ ഇൻകം ഒക്കെ എക്കണോമിക് ഗ്രോത്തിലും ഇൻകം, സേവിങ്, ഇൻവെസ്റ്റ്മെന്റിലൊക്കെ ഉണ്ടാവുന്ന ഗ്രോത്ത് ഏതിലാണ് വരുന്നത്? എക്കണോമിക് ഡെവലപ്മെന്റിലാണ് വരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി 45th ക്വസ്റ്റ്യൻ നോക്കാം. ദ സോയിൽ വിച്ച് സെൽഫ് ഫ്ലോട്ടിംഗ് കപ്പാസിറ്റി. സെൽഫ് ഫ്ലോട്ടിംഗ് കപ്പാസിറ്റി ഉള്ള സോയിൽ ഏതാണ്? അലൂവിയൽ സോയിൽ, റെഡ് സോയിൽ, ബ്ലാക്ക് സോയിൽ, ലാറ്ററൈറ്റ് സോയിൽ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ബ്ലാക്ക് സോയിൽ ആണ്. ലാറ്ററൈറ്റ് മണ്ണ് കേരളത്തിൽ കൂടുതലായിട്ടും കാണപ്പെടുന്നത് ലാറ്ററൈറ്റ് സോയിൽ ആണ്. റെഡ് സോയിൽ എന്താണ്? ഇരുമ്പിന്റെ അംശം കൂടുതലുള്ളതാണ് റെഡ് സോയിൽ എന്ന് പറയുന്നത്. ഫ്ലോട്ടിംഗ് കപ്പാസിറ്റി ഉള്ളത്, സെൽഫ് ഫ്ലോട്ടിംഗ് കപ്പാസിറ്റി ഉള്ളത് ഏതിനാണ്? ബ്ലാക്ക് സോയിൽ ആണ്. അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ബ്ലാക്ക് സോയിൽ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 46th ക്വസ്റ്റ്യൻ. ദ ഹാരപ്പ സൈറ്റ് ഫ്രം വേർ ദ എവിഡൻസ് ഓഫ് പ്ലോട്ടഡ് ലാൻഡ് വർ ഫൗണ്ട്. എവിടുന്നാണ് എന്തിനെ പ്ലോട്ട് ചെയ്യുന്നത്? കലപ്പയുടെ ഒക്കെ എവിഡൻസ് എവിടുന്നാണ് കിട്ടിയത്? ലോഥാൽ, ചന്ദുദാരോ, രംഗ്പൂർ, കാലിബംഗൻ. കാലിബംഗൻ എവിടുന്നാണ് കിട്ടിയത്? നമ്മുടെ കാലിബംഗൻ നിന്നാണ് കലപ്പയുടെ ഒക്കെ പ്ലോട്ടഡ് ലാൻഡ്സിന്റെ ഒക്കെ തെളിവുകൾ കിട്ടിയത് കാലിബംഗൻ നിന്നാണ്. ഇനി അടുത്തത് ലാർജസ്റ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഇൻ ഇന്ത്യ. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ലാർജസ്റ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഇൻ ഇന്ത്യ ഏതാണ്? നമ്മൾ പഠിച്ചത് അവിടെ കേട്ടിട്ട് 2ലോ അതുപോലെ തന്നെ LPUP എക്സാമിലൊക്കെ കഴിഞ്ഞ LPUP എക്സാമിലൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിയൻ ബാങ്ക്, HDFC, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പൊ ഇതുമായിട്ട് പഠിച്ചപ്പോൾ നമ്മൾ ഈ എല്ലാ ബാങ്കുകളെ കുറിച്ചൊക്കെ നമ്മൾ പ്രധാനമായിട്ടും ഈ കേഡറ്റ് എക്സാമിന് അതുപോലെ തന്നെ LPUP എക്സാം ഇതിനൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ്. അപ്പൊ നമ്മുടെ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത് ലാർജസ്റ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഇൻ ഇന്ത്യ. ലാർജസ്റ്റ് ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ ബാങ്ക് എന്താണ്? ഡൗട്ട് ഒന്നും വേണ്ട, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ലാർജസ്റ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത്. ഇതിന് ഒരുപാട് ശാഖകളുണ്ട്. ഇസ്രായേൽ ആദ്യമായിട്ട് ശാഖ തുടങ്ങിയത് SBI ആണ്. അതുപോലെ ഗ്രീൻ കാർ ലോൺ ഇതൊക്കെ ആദ്യമായിട്ട് കൊടുത്തത് ആരാണ്? SBI-യിലാണ്. ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് വിളിച്ചത് ആരാണ്? കെയ്ൻസ് ആണ്.
Okay, which state has the highest production of rice in India? ഏത് സ്റ്റേറ്റിലാണ് ഹയസ്റ്റ് പ്രൊഡക്ഷൻ ഇന്ത്യയിൽ ഉള്ള സ്റ്റേറ്റ് ഏതാണ്? തമിഴ്നാടു, വെസ്റ്റ് ബംഗാൾ, കേരള, ഹരിയാന. ഏതാണ്? ഓപ്ഷൻ ബി വെസ്റ്റ് ബംഗാളാണ്. നമ്മുടെ കേട്ടറ്റ് 2 ചോദിച്ച ക്വസ്റ്റ്യൻ ഏതായിരുന്നു? പാൽ പ്രൊഡക്ഷൻ കൂടുതലായിട്ടുള്ള എവിടെയാണ്? ഗുജറാത്ത് കേട്ടോ. അതിന് നമ്മുടെ ആൻസർ വരുന്നത് ഗുജറാത്ത് ആണ്. ഇവിടെ എന്താ ചോദിച്ചത്? റൈസ് പ്രൊഡക്ഷൻ ഹയസ്റ്റ് ആയിട്ട് വന്നത് എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ്. അപ്പൊ തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഏതായിരുന്നു? പാഡി ആണ് കേട്ടോ. വെസ്റ്റ് ബംഗാൾ ഈസ് ദ ലാർജസ്റ്റ് റൈസ് പ്രൊഡ്യൂസിംഗ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. റൈസ് ഈസ് ആൻ എക്സ്ട്രീംലി ഇമ്പോർട്ട് ഫോർ ഫുഡ് കോപ്പ് ഇൻ ഇന്ത്യ. ഫുഡ് കോപ്പില് ഏറ്റവും എക്സ്ട്രീംലി ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഏതാണ്? റൈസ് ആണ്. ഓക്കെ, അപ്പൊ വെസ്റ്റ് ബംഗാളിൽ റൈസിന്റെ പ്രൊഡക്ഷൻ ആണ്, തമിഴ്നാട്ടില് പാഡി ആണ്, പിന്നെ അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി, അതുപോലെ തന്നെ തേയില തുടങ്ങിയവയൊക്കെയാണ് കേരളത്തിൽ കൂടുതലായിട്ടുള്ളത്. ഇനി 49th ക്വസ്റ്റ്യൻ. ദ ഷോഗൺസ് വേർ ദ ഫ്യൂഡൽ ലോർഡ് ഓഫ്. ഷോഗൺസ് എവിടുത്തെ ലോർഡായിരുന്നു? ഫ്യൂഡൽ ലോർഡായിരുന്നു. ജപ്പാൻ, ചൈന, ഇന്തോനേഷ്യ, സൗത്ത് കൊറിയ. എവിടുത്തെയാണ്? ആൻസർ ജപ്പാൻ ആണ് ഓപ്ഷൻ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 50th ക്വസ്റ്റ്യൻ നോക്കാം. Identify the item which is included in the revenue receipt of the government budget. Revenue receipt ഏതാണ്? ടാക്സ് റവന്യൂ, റിക്കവറി ഓഫ് ലോൺ, ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, ബോറോയിങ്. അപ്പൊ ആൻസർ വരുന്നത് ടാക്സ് റവന്യൂ ആണ്. അപ്പൊ നോക്കാം എന്താണ് റവന്യൂ റെസിപ്റ്റ് എന്ന് നോക്കാം. ഇൻകം റിസീവ്ഡ് ഫ്രം ഡേ ടു ഡേ ആക്ടിവിറ്റി ഓഫ് ബിസിനസ്. ഒരു ബിസിനസിന്റെ ഡേ ടു ഡേ ആക്ടിവിറ്റിയുടെ ഫലമായിട്ട് നമുക്ക് ഇൻകം കിട്ടുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? റവന്യൂ റെസിപ്റ്റ് എന്ന് വിളിക്കുന്നത്. അതിൽ ടാക്സ് റവന്യൂ ഉണ്ട്, നോൺ ടാക്സ് റവന്യൂ ഉണ്ട്. ടാക്സ് റവന്യൂ എന്ന് പറയുന്നത് നമുക്ക് കമ്പൽസറി ആയിട്ട് കിട്ടേണ്ട റവന്യൂസ് ആണ് എന്ത്? ടാക്സ് റവന്യൂ എന്ന് പറയുന്നത്. നോൺ ടാക്സ് റവന്യൂ എന്താണ്? അത്ര കമ്പൽസറി അല്ല. അപ്പൊ ടാക്സ് റവന്യൂയിൽ ഏതൊക്കെയാണ് വരുന്നത്? ഇൻകം ടാക്സ്, വെൽത്ത് ടാക്സ്, സെയിൽസ് ടാക്സ്, ഇതൊക്കെയാണ് ടാക്സ് റവന്യൂവിൽ വരുന്നത്. കസ്റ്റംസ് ഡ്യൂട്ടി ഒക്കെ. നോൺ ടാക്സ് റവന്യൂസ് എന്ന് പറയുന്നത് ഫീസ്, പ്രൈസ്, ഫൈൻസ്, ഇതൊക്കെയാണ് നോൺ ടാക്സ് റവന്യൂവിൽ വരുന്നത്. ഇത്രയും ഭാഗമാണ് നമ്മൾ സോഷ്യൽ ഹിസ്റ്ററി, ജോഗ്രഫി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനി വരുന്നതെല്ലാം എന്താണ്? പെഡഗോഗി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമ്മുടെ 51th ക്വസ്റ്റ്യൻ ഏതാ നോക്കുക. ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഫക്റ്റീവ് ഡൊമൈൻ ഈസ്. It involves emotion, it involves intellectual skills, it involves motor skills, it involves knowledge. അപ്പോൾ നമ്മുടെ ബ്ലൂംസ് ടാക്സോണമിയിൽ ഏതൊക്കെ ഡൊമൈൻസിനെ കുറിച്ച് പറയുന്നുണ്ട്? കൊഗ്നിറ്റീവ് ഡൊമൈൻ, അഫക്റ്റീവ് ഡൊമൈൻ, സൈക്കോമോട്ടോർ ഡൊമൈൻ. അപ്പൊ കൊഗ്നിറ്റീവ് ഡൊമൈനിൽ ഏതൊക്കെയാ പറയുന്നത്? വൈജ്ഞാനികപരമായിട്ടുള്ള വികാസങ്ങൾ, നോളജ്, ഇതൊക്കെയാണ് കൊഗ്നിറ്റീവ് ഡൊമൈനിൽ ഉൾപ്പെടുന്നത്. അഫക്റ്റീവ് ഡൊമൈനിൽ ഏതൊക്കെയാണ്? നമ്മുടെ ഇമോഷൻസ്, ഫീലിങ്സ്, ഇൻട്രസ്റ്റ് ഒക്കെ വരുന്നത് അഫക്റ്റീവ് ഡൊമൈനിലാണ്. പിന്നെ സൈക്കോമോട്ടോ ഡൊമൈനിൽ നമ്മുടെ നൈപുണികളൊക്കെയാണ് സൈക്കോമോട്ടോ ഡൊമൈനിൽ വരുന്നത്. അപ്പോൾ ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഫക്റ്റീവ് ഡൊമൈനിൽ ഉൾപ്പെടുന്നത് ഏതാണ്? ഇറ്റ് ഇൻവോൾവ്സ് ഇമോഷൻ ആണ്. അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് ഫസ്റ്റ് ഓപ്ഷൻ എ, ഇറ്റ് ഇൻവോൾവ് ഇമോഷൻസ്. ഇതൊക്കെ ഉൾപ്പെടുന്ന ഡൊമൈൻസ് ഏതാണ്? അഫക്റ്റീവ് ഡൊമൈൻ ആണ്. ഓക്കെ, ഇനി 52. ദ പ്രൊസീഡ് ഫ്രം ജനറൽ ടു പാർട്ടിക്കുലർ. ജനറൽ ടു പാർട്ടിക്കുലർ ഏതാണ്? പ്രൊജക്റ്റ് മെത്തേഡ്, ഇൻഡക്റ്റീവ് മെത്തേഡ്, ഡിഡക്റ്റീവ് മെത്തേഡ്, ഇൻഡക്റ്റീവ് മെത്തേഡ്, ട്രാൻസ്ഡക്റ്റീവ് മെത്തേഡ്. അപ്പോ ഇത് നമ്മുടെ പ്രൊസീഡ് ടു ജനറൽ ടു പാർട്ടിക്കുലർ. ജനറൽ ടു പാർട്ടിക്കുലർ ഏതാണ്? ഡിഡക്റ്റീവ് മെത്തേഡ് ആണ്. ഇത് പഠിക്കാനുള്ള ഒരു ഷോർട്ട് ഉണ്ട്, നമുക്ക് നോക്കാം. ഇൻഡക്റ്റീവ് മെത്തേഡ് ആവുമ്പം എങ്ങനെയാണ്? നമുക്ക് IPG എന്ന് പറയാം. I എന്ന് പറയുന്നത് ഇൻഡക്റ്റീവുമായിട്ട് I, P എന്ന് പറയുന്നത് പാർട്ടിക്കുലർ, G ജനറൽ. പാർട്ടിക്കുലർ ടു ജനറൽ ആണ് എന്ത്? ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ഡിഡക്റ്റീവ് മെത്തേഡോ? D, ഡിഡക്റ്റീവിന്റെ D. G എന്ന് പറയുന്നത് ജനറൽ ടു പാർട്ടിക്കുലർ, ജനറൽ. P എന്ന് പറയുന്നത് പാർട്ടിക്കുലർ. അപ്പൊ ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് പാർട്ടിക്കുലർ ടു ജനറൽ ആണ്. ഇതാ നോക്കി, IPG എന്ന് ഓർത്താൽ മതി. ഡിഡക്റ്റീവ് ആകുമ്പോൾ DGP എന്ന് ഓർത്താൽ മതി. ജനറൽ ടു പാർട്ടിക്കുലർ. അപ്പൊ പാർട്ടിക്കുലർ ടു ജനറൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവിടെ എപ്പോഴും എന്തായിരിക്കും? ചൈൽഡ് സെന്റേർഡ് ക്ലാസ് ആയിരിക്കും. ഒരു ക്ലാസ്സിൽ പാർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ടോപ്പിക് പറഞ്ഞ ശേഷം അതിന്റെ ജനറലിലേക്ക് നമ്മൾ പോവുക. അതായത് നമ്മളിപ്പോ ഒരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ അതിന്റെ
ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു കഥ, ഒരു സ്റ്റോറി അതിലൂടെയൊക്കെ തുടങ്ങി ആ ടോപ്പിക്കിലേക്ക് നമ്മൾ ജനറൽ ആയിട്ടുള്ള ആ ടോപ്പിക്കിലേക്ക് നമ്മൾ എത്തിക്കുക. അപ്പൊ ഒരു പാർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ തുടങ്ങിയിട്ട് ജനറലിലേക്ക് നമ്മൾ എത്തിക്കുന്നതിനെയാണ് ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ചൈൽഡ് സെന്റേർഡ് ആയിരിക്കും, കുട്ടികൾക്കായിരിക്കും ആ ക്ലാസ്സിൽ കൂടുതലായിട്ട് പ്രാധാന്യം ഉണ്ടാവുന്നത്. ഇനി ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് ജനറൽ ടു പാർട്ടിക്കുലർ, അതായത് അത് ടീച്ചർ സെന്റേർഡ് ആയിരിക്കും. ഇപ്പൊ ടീച്ചർ ഇങ്ങനെ ക്ലാസ് എടുത്തിട്ട് അവസാനം എക്സാമ്പിൾസിലൊക്കെ പറഞ്ഞിട്ട് ആ ക്ലാസ്സിനെ കൂടുതലായിട്ട് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. ജനറൽ ആയിട്ടുള്ള ടോപ്പിക്സ് എല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം എക്സാമ്പിൾസ് പറയുക, അതാണ് ഡിഡക്റ്റീവ് മെത്തേഡ്. അപ്പൊ അവിടെ എന്ന് പറയുന്നത് ടീച്ചർ സെന്റേർഡ് ആയിരിക്കും. ടീച്ചർ സെന്റേർഡ് എന്ന് പറയുന്നത് എന്താണ്, ടീച്ചർ ഇങ്ങനെ ക്ലാസ് എടുക്കും, അത് കുട്ടികൾ കേൾക്കും. അപ്പൊ അത് അത്ര മാത്രമേ എന്തുണ്ടാവുന്നുള്ളൂ, ഡിഡക്റ്റീവ് മെത്തേഡിൽ ഉണ്ടാവുന്നുള്ളൂ. ഇൻഡക്റ്റീവ് മെത്തേഡ് ആവുമ്പം അവിടെ എന്തായിരിക്കും, ചൈൽഡ് സെന്റേർഡ് ആയിരിക്കും. അപ്പം പാർട്ടിക്കുലർ ടു ജനറൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയാം. ജനറൽ ടു പാർട്ടിക്കുലർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഡക്റ്റീവ് മെത്തേഡ് ഡിഡക്റ്റീവ് മെത്തേഡ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇൻഡക്റ്റീവ് മെത്തേഡും ഡിഡക്റ്റീവ് മെത്തേഡും പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് 53. ലേണിംഗ് ബൈ ഇൻസൈറ്റ്ഫുൾ തിയറി ഈസ് ഹെൽപ്പിംഗ്. ഇൻസൈറ്റ്ഫുൾ തിയറി, കോയിലറിന്റെ ഇൻസൈറ്റ്ഫുൾ തിയറി എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. നമ്മുടെ ഇതിൽ ആൻസർ ഏതാ വരുന്നത്, social science teaching only, solving all learning problems, developing reasoning, thinking and imaginative power, assessment only. നമ്മുടെ ആൻസർ വരുന്നത് ഡെവലപ്പിംഗ് റീസണിങ്, തിങ്കിങ് ആൻഡ് ഇമാജിനേറ്റീവ് പവർ. ഓപ്ഷൻ സി ആണ് ഇൻസൈറ്റ്ഫുൾ തിയറി. കോയിലറിന്റെ ആണ് ഇൻസൈറ്റ്ഫുൾ തിയറി, നമ്മൾ പഠിച്ചതാണ് കോയിലറിന്റെ ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് തിയറി. ഇതെന്താണ്, ഒരു ക്ലാസ് റൂമിലെ കംപ്ലീറ്റ് ഐഡിയ. നമ്മുടെ ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് തിയറിയിൽ എന്താണ്, ചിമ്പാൻസിയുടെ പരീക്ഷണമാണ് അല്ലേ പറയുന്നത്. എന്താണ്, നമ്മൾ അതൊരു പ്രോബ്ലത്തെ നമ്മൾക്ക് അതിനെ മാനേജ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ആ പ്രോബ്ലം എന്താണെന്ന് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം. അപ്പൊ ഒരു ക്ലാസ് റൂമിലാണെങ്കിൽ ആ ക്ലാസ് റൂമിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ആ ക്ലാസ് റൂമിൽ നടക്കുന്ന പ്രോബ്ലത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ എന്താണ് ഉണ്ടാവുന്നത്, ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് തിയറിയിലൂടെ നമുക്ക് എന്താ ഉണ്ടാവുന്നത്, അവിടെ ഒരു റീസണിങ് ഉണ്ടാവും. ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒരു റീസണിങ് ഉണ്ടാവും, ഒരു തിങ്കിങ് ഉണ്ടാവും, ഒരു ഇമാജിൻ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെയാണ് എന്താണ്, ഇൻസൈറ്റ് തിയറി ഈസ് ബിലോങ്ങിങ് ടു ലേണിംഗിലെ ഇൻസൈറ്റ് ലേണിംഗ് ബിലോങ് ചെയ്യുന്നത് റീസണിങ്ങും തിങ്കിങ്ങും ഇമാജിനേറ്റീവ് പവറും ഇതൊക്കെയാണ് അവിടെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് സി ആണ്. ആൻസർ ആയിട്ട് വരുന്നത് സി ആണ്. ഇനി അടുത്ത 54 ആണ്. ദ ലെങ്ത് ഓഫ് ലെസൺ പ്ലാൻ ഈസ് ഡിറ്റർമിൻഡ് ബൈ മെന്റൽ ലെവൽ ഓഫ് പീപ്പിൾ, ഗ്രേഡ് ഓഫ് ദ പീപ്പിൾ, ദ ടൈം അവൈലബിൾ ഫോർ ടീച്ചിങ്, ലെവൽ ഓഫ് ആക്ടിവിറ്റി. ലെങ്ത് ഓഫ് ലെസൺ പ്ലാൻ, ഒരു ലെസൺ പ്ലാന്റെ ലെങ്ത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഓപ്ഷൻ സി. ആൻസർ വരുന്നത് ദ ടൈം അവൈലബിലിറ്റി ഫോർ ടീച്ചിങ്. ടീച്ചിങ്ങിന്റെ ടൈം അവൈലബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും എന്തുണ്ടായിരിക്കുന്നത്, ലെസൺ പ്ലാനിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ക്ലാസ് എന്ന് പറയുന്നത് 3/4 മണിക്കൂർ ആണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് അത്രയും ടൈമിന് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ലെസൺ പ്ലാൻ ആയിരിക്കണം ഒരു അധ്യാപിക തയ്യാറാക്കേണ്ടത്. അതിൽ ഉയർന്ന തരത്തിലുള്ള കൂടുതൽ സമയം എടുക്കുന്ന ഒരു ലെസൺ പ്ലാൻ അല്ല വേണ്ടത്. 45 മിനിറ്റിന്റെ ഒരു ലെസൺ പ്ലാൻ ആയിരിക്കും. അവിടെ ടൈംസ് അവൈലബിലിറ്റി ഫോർ ടീച്ചിങ്, പഠിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സമയം എന്നത് ഒരു ലെസൺ പ്ലാനിന്റെ പ്രധാനപ്പെട്ട ഘടകത്തിൽ പെടുന്ന ഒന്നാണ്. ഓക്കെ, ഇനി 55. സിമ്പോസിയം ഈസ് എ ടൈപ്പ് ഓഫ് discovery method, discussion method, lecture method, demonstration method. നമ്മുടെ ആൻസർ വരുന്നത് സിമ്പോസിയം എന്ന് പറയുന്നത് ഡിസ്കഷൻ മെത്തേഡ് ആണ്. എന്താണ് ഡിസ്കവറി മെത്തേഡ് നോക്കാം. ബ്രൂണർ ആണ് ഡിസ്കവറി മെത്തേഡിന് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുത്ത വ്യക്തി. ഇദ്ദേഹം എന്താണ്, കൺസ്ട്രക്റ്റീവ്സ് ലേണിംഗ് ആണ്. കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണിംഗ് എന്ന് പറയുന്നത് സ്വയമായിട്ട് ഒബ്സർവേഷനിലൂടെ സ്വയം നമ്മൾ പഠിക്കുക. അതാണ് ബ്രൂണർ, അതിനാണ് പ്രാധാന്യം കൊടുത്തത്. അപ്പൊ ഡിസ്കവറി മെത്തേഡിന് പ്രാധാന്യം കൊടുത്തത് ആരാണ്, ബ്രൂണർ ആണ്. ഇനി ലെക്ചർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടീച്ചർ സെന്റേർഡ് വൺ വേ കമ്മ്യൂണിക്കേറ്റീവ് ആണ്. ഇവിടെ ടീച്ചർ സെന്റേർഡ് ആയിരിക്കും. ലെക്ചർ എന്ന് പറഞ്ഞാൽ ഒരു ടീച്ചർ ക്ലാസ് എടുക്കുക, കുട്ടികൾ കേൾക്കുക, അവിടെ ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ് ഉള്ളത്. ഇനി സിമ്പോസിയം ഈസ് എ ഡിസ്കഷൻ മെത്തേഡ് ഇൻ വിച്ച് ഡിഫറെന്റ് വ്യൂ പോയിന്റ് ഓൺ എ സിംഗിൾ ആസ്പെക്ട് ഓഫ് ടോപ്പിക് ഈസ് ഡിസ്കസ്ഡ്. അതായത് ഒരു ഡിസ്കഷൻ മെത്തേഡ്, ഒരു ഡിസ്കഷൻ ഒരു ഗ്രൂപ്പിലൂടെ ഡിസ്കസ് ചെയ്തിട്ട് പഠിക്കുക, അതിനാണ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. അപ്പൊ സിമ്പോസിയം എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡിസ്കഷൻ മെത്തേഡിന് ഉദാഹരണമായിട്ട് ഡിസ്കഷൻ മെത്തേഡ് ആണെന്ന് പറയാം. അതെന്ന് പറയുന്നത് എന്താണ്, ഒരു സിംഗിൾ ആസ്പെക്റ്റിനെ കുറിച്ചിട്ട് ഒരുപാട് ആളുകളുടെ വ്യൂ പോയിന്റ്സ് നമുക്ക് അതിലൂടെ കളക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ സിമ്പോസിയം എന്ന് പറയുന്നത് ഏത് മെത്തേഡുമായിട്ട് റിലേറ്റഡ് ആണ്, ഡിസ്കഷൻ മെത്തേഡുമായിട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 56.
A reflective remarks from student is stimulation, reinforcement, generalization, feedback. അവരുടെ റിഫ്ലക്റ്റീവ് റിമാർക്സ് ഒക്കെ ഏതിലാണ് പറയാ? അത് ഫീഡ്ബാക്ക് ആണ്. അവരുടെ റിഫ്ലക്റ്റീവ് റിമാർക്സ് എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് ആണ്. ഓക്കെ, 57. The first step in problem solving method is, ഒരു പ്രശ്നം സോൾവ് ചെയ്യുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. A, data collection, understanding the problem, formulating hypothesis, evaluation. നമ്മൾക്ക് ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തെ എന്താക്കണം? നമ്മൾ മനസ്സിലാക്കണം എന്താണ് പ്രശ്നം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഒരു പ്രോബ്ലം സോൾവിങ്ങിന്റെ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഓപ്ഷൻ ബി, അണ്ടർസ്റ്റാൻഡിങ് ദ പ്രോബ്ലം ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 58ാമത്തെ ക്വസ്റ്റ്യൻ. കോൺ ഓഫ് എക്സ്പീരിയൻസ് ഈസ് പ്രസന്റഡ് ബൈ എഡ്ഗാർ ഡേൽ, ഹെലൻ, അതുപോലെ തന്നെ ബെഞ്ചമിൻ ബ്ലൂ, WH കൈൽപാട്രിക്. ആരാണ് കോൺ ഓഫ് എക്സ്പീരിയൻസ് പ്രസന്റ് ചെയ്തത്? ആരാണ്? എഡ്ഗാർ ഡെയിൽ ആണ് കോൺ ഓഫ് എക്സ്പീരിയൻസ് പ്രസന്റ് ചെയ്തത്. ഓക്കെ, അടുത്തത് 59. വെർച്വൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ക്ലാസ് റൂം ലേണിംഗ്, സെൽഫ് ലേണിംഗ്, ഓൺലൈൻ ലേണിംഗ്, സിലബസ് ലേണിംഗ്. എന്താണ് ക്ലാസ് റൂം ലേണിംഗ്? വെർച്വൽ ലേണിംഗ് എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ സി എന്ന് പറയുന്നത് ഓപ്ഷൻ സി ഓൺലൈൻ ലേണിംഗ് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. വെർച്വൽ ലേണിംഗ് എന്ന് പറയുന്നത് ഓൺലൈൻ ലേണിംഗ് ആണ്. ക്ലാസ് റൂം ലേണിംഗിലൂടെ എന്താണ്? നമ്മൾ ക്ലാസ് റൂമിലൂടെ ഇരുന്ന് പഠിക്കുക. സെൽഫ് ലേണിംഗ് എന്ന് പറയുന്നത് നമ്മൾ സ്വയമായിട്ട് പഠിക്കുക. സിലബസ് ലേണിംഗ്, സിലബസ് വെച്ച് നമ്മൾ പഠിക്കുക. ഓൺലൈൻ ലേണിംഗിലൂടെ എന്താണ് നമുക്ക് ഉണ്ടാവുന്നത്? ഒരു പ്ലാറ്റ്ഫോം, നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും നമുക്ക് പഠിക്കാൻ പറ്റും. അതാണ് ഓൺലൈൻ ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പൊ വെർച്വൽ ലേണിംഗ് എന്ന് പറഞ്ഞാലും എന്താണ്? ഓൺലൈൻ ലേണിംഗുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പം വെർച്വൽ ലേണിംഗ് ഈസ് ഓൺലൈൻ ലേണിംഗ്. ഇതാണ് ആൻസർ വരുന്നത്. ഇനി 60. യൂസ് ഓഫ് പ്രൈസ് വേർഡ്, അക്സെപ്റ്റിംഗ് ആൻഡ് യൂസിംഗ് പീപ്പിൾസ് ഐഡിയ, യൂസ് ഓഫ് പ്ലസന്റ് ആൻഡ് അപ്രൂവിംഗ് ഗെസ്റ്റേഴ്സ് ഈസ് റീഇൻഫോഴ്സ്മെന്റ്, ഇല്ലുസ്ട്രേറ്റിംഗ് വിത്ത് എക്സാമ്പിൾ, ഓർഗനൈസിംഗ് ദ കണ്ടന്റ്, കമാൻഡ്. ഏതാ വരുന്നത്? റീഇൻഫോഴ്സ്മെന്റ് ആണ് വരുന്നത്. പീപ്പിൾസിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? റീഫോഴ്സ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 61. To make efficient use of lesson time to coordinate classroom resources and space and manage student behavior are the components of. എന്താണ്? സ്റ്റുഡൻസ് ബിഹേവിയറിനൊക്കെ മാനേജ് ചെയ്യുക ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ടൈം വെച്ചിട്ട്. അതിനെന്താ പറയാ? ക്വാളിറ്റി ഓഫ് ഇൻസ്ട്രക്ഷൻ, സ്റ്റുഡന്റ് ടീച്ചർ റിലേഷൻഷിപ്പ്, ക്ലാസ് റൂം മാനേജ്മെന്റ്, കണ്ടന്റ് നോളജ്. ഏതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്? ക്ലാസ് റൂം മാനേജ്മെന്റ് ആണ്. നമുക്ക് എഫിഷ്യന്റ് ആയിട്ട് ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? നമുക്കൊരു ലെസൺ എടുക്കാനുള്ള ടൈം ഉണ്ടാവും. ആ ടൈമിൽ നമ്മൾ കോർഡിനേറ്റ് ചെയ്തിട്ട് ക്ലാസ് റൂം റിസോഴ്സിനൊക്കെ നമ്മൾ കോർഡിനേറ്റ് ചെയ്യുക. അതുപോലെ അതിന്റെ സ്പേസ്, സ്റ്റുഡൻസിന്റെ ബിഹേവിയർ ഒക്കെ മാനേജ് ചെയ്യാൻ പറ്റുക. അതെന്ന് പറയുന്നത് ഒരു ടീച്ചറിന്റെ എന്താണ്? ക്ലാസ് റൂം മാനേജ്മെന്റ് കപ്പാസിറ്റി ആണ്. അതിലൂടെ ടീച്ചറിനെ എന്താണ് ഡെവലപ്പ് ചെയ്യുന്നത്? ഒരു ക്ലാസ് റൂമിനെ മാനേജ് ചെയ്യാനുള്ള ഒരു കഴിവാണ് ഇതിലൂടെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഓക്കെ, ഇനി 62. The mental process graph reading coming under the intellectual level. ഒരു ഗ്രാഫ് റീഡിങ്ങിന്റെ ഇന്റലക്ച്വൽ ലെവൽസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് ഏത് ലെവലാണ്? ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏത് ലെവലാണ് ഗ്രാഫ് റീഡിങ്ങിന് വരുന്നത്? നോളജ്, അണ്ടർസ്റ്റാൻഡിങ്, അനലൈസ് ആൻഡ് അപ്ലിക്കേഷൻ. ഒരു ഗ്രാഫ് റീഡിങ്ങിന് എന്താണ്? ഗ്രാഫിനെ കാണുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക? അതിനെ അണ്ടർസ്റ്റാൻഡ് അല്ല ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യുക? അതിനെ അനലൈസ് ചെയ്യാണ്. ആൻസർ വരുന്നത് അനാലിസിസ് ആണ്. ഗ്രാഫ് റീഡിംഗ് എന്ന് പറയുന്നത് ഒരു അനാലിസിസ് ആണ്. ഇനി 63. He has divergent thinking ability. He can use materials, ideas, things in new way. He is constructive in his criticism. Who is he? ആരാണ് ഇദ്ദേഹം എന്ന് പറയുന്നത്? ഒരു ഡൈവേർജന്റ് തിങ്കിങ് ഉള്ള ആളാണ്. ഇദ്ദേഹം എന്താണ്? മെറ്റീരിയൽസ്, ഐഡിയ, തിങ്സ് ഒക്കെ ന്യൂ വേയിലൂടെ അഡോപ്റ്റ് ചെയ്യുന്ന വ്യക്തിയാണ്. ഈ കൺസ്ട്രക്റ്റീവ് ഇൻ ഹിസ് ക്രിറ്റിസിസം. കൺസ്ട്രക്റ്റീവ്സ് ആണ് ഇദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്നു. ഈ വ്യക്തി എന്ന് പറയുന്നത് ആരാണ്? സ്ലോ ലേണർ ആണോ? ക്രിയേറ്റീവ് ചൈൽഡ് ആണോ? ഇൻക്ലൂസീവ് ചൈൽഡ് ആണോ? പ്രോബ്ലം ചൈൽഡ് ആണോ? ഇത്തരത്തിലുള്ള ഡൈവേർജന്റ് ആയിട്ട് ചിന്തിക്കുന്ന വ്യക്തി എന്നൊക്കെ പറയുന്നത് ആരായിരിക്കും? ക്രിയേറ്റീവ് ചൈൽഡ്, ക്രിയേറ്റീവ് ആയിട്ടുള്ള കുട്ടിയായിരിക്കും ഇദ്ദേഹം എന്ന് പറയുന്നത്. സ്ലോ ലേണർ എന്ന് പറയുന്നത് പഠനത്തിലൊക്കെ പിന്നോക്കം നിൽക്കുന്ന വ്യക്തിയാണ് നമ്മൾ സ്ലോ ലേണർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 64. Who among the following can become the victim of underachievement? Underachievement കാറ്റഗറിയിൽ പെട്ടത് ആരാണ്? Mentally retarded, talented and gifted, both A and B,
നൺ ഓഫ് ദീസ്. ഇതിൽ നമ്മുടെ ആൻസർ വരുന്നത് ഏതാണ്? മെന്റലി റിട്ടാർഡഡ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഹു എമംഗ് ദ ഫോളോയിങ് ക്യാൻ ബിക്കം വിക്ടിം ഓഫ് അണ്ടർ അച്ചീവ്മെന്റ് ആണ്. അണ്ടർ അച്ചീവ്മെന്റ് ആകുമ്പോൾ മെന്റലി റിട്ടാർഡ് ആയിരിക്കും. ടാലന്റഡ് ആൻഡ് ഗിഫ്റ്റഡ് ആയിരിക്കില്ല, അവരെന്താ പറയുന്നത് അണ്ടർ സ്റ്റേജിലായിരിക്കും. അപ്പൊ മെന്റലി റിട്ടാർഡഡ് ആയിരിക്കും ഇതിന് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 65, 3-dimensional representation of real thing is ചാർട്ട്, ടൈം ലൈൻ, മാപ്പ്, മോഡൽസ്. 3-dimensional representation എന്ന് പറയുന്നത് ഏതായിരിക്കും? മാപ്പ് ആയിരിക്കും. ഓക്കെ, സോറി, 3-dimensional representation എന്ന് പറയുന്നത് മോഡൽസ് ആയിരിക്കും. മാപ്പ് എന്ന് പറയുന്നത് 2-dimensional representation ആണ്. ഗ്രാഫ് എന്ന് പറയുന്നത് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഡാറ്റ. ഗ്രാഫ് എന്ന് പറയുന്നത് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഡാറ്റ ആണ്. നമ്മുടെ ആൻസറിൽ ഇതിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. 3-dimensional representation എന്ന് പറയുന്നത് മോഡൽസ് ആയിരിക്കും. ഓക്കെ, ഇനി 66, ഇൻ ഇവാലുവേഷൻ അപ്രോച്ച് ഓഫ് ലെസൺ പ്ലാനിംഗ് ബിഹേവിയറൽ ചേഞ്ചസ് ആർ ഇവാലുവേറ്റഡ് at the end of teaching, at the end of every unit of the lesson, regularly along with the teaching, first before giving instruction. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഇവാലുവേഷൻ അപ്രോച്ച് ഓഫ് ലെസൺ പ്ലാനിങ്, ബിഹേവിയറൽ ചേഞ്ചസ് ആർ ഇവാലുവേറ്റഡ്. ഒരു കുട്ടിയുടെ ബിഹേവിയറൽ ചേഞ്ചസ് നമ്മൾ എപ്പോഴാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? റെഗുലർലി അലോങ് വിത്ത് ടീച്ചിങ്. ഒരു ടീച്ചിങ്ങിൽ റെഗുലർ ആയിട്ട് നമ്മൾ ആ കുട്ടികളെ എന്ത് ചെയ്യുന്നുണ്ട്? ബിഹേവിയേഴ്സ് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ടീച്ചിങ്ങിന്റെ അവസാനത്തിലായിരിക്കില്ല, ഒരു യൂണിറ്റിന്റെ അവസാനത്തിലായിരിക്കില്ല, ഇൻസ്ട്രക്ഷന്റെ മുമ്പേ ആയിരിക്കില്ല. നമ്മൾ എപ്പോഴായിരിക്കും ഒരു ക്ലാസ്സിൽ ഒരു കുട്ടീന്റെ ബിഹേവിയറിൽ എന്തെങ്കിലും ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഒരു ടീച്ചർ പെട്ടെന്ന് തന്നെ റെഗുലർ ആയിട്ട് അതിന് നമ്മൾ എന്ത് ചെയ്യും? അതിനെതിരെ പറയും, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, അങ്ങനെയൊക്കെ പറയില്ലേ? അതാണ് നമ്മൾ ബിഹേവിയർ ചേഞ്ചസ് ആർ ഇവാലുവേറ്റഡ് എപ്പോഴാണ്? റെഗുലർലി അലോങ് വിത്ത് ടീച്ചിങ്. റെഗുലർ ആയിട്ട് ടീച്ചിങ്ങിലൂടെ തന്നെ ടീച്ചിങ്ങിന്റെ സമയത്ത് റെഗുലർ ആയിട്ട് ചെയ്യുന്നതാണ്. ഇനി 67, ഇൻ ദ പ്രസന്റ് ഏജ് ഓഫ് ഇൻഫോർമേഷൻ ടെക്നോളജി ദ ടീച്ചേഴ്സ് റോൾ ഈസ് ദാറ്റ് ഓഫ് അതോറിറ്റി, ഫെസിലിറ്റേറ്റർ, ഡിസിപ്ലിനേറിയൻ, ജഡ്ജ്. ടീച്ചർ എന്ന എപ്പോഴും എന്തായിരിക്കണം? ഫെസിലിറ്റേറ്റർ ആയിരിക്കണം. കുട്ടികൾക്ക് പഠിക്കാനൊക്കെയുള്ള ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ടായിരിക്കണം ടീച്ചർ എന്ന് പറയുന്നത്. അപ്പൊ ടീച്ചറിന്റെ റോൾ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു മറുപടി പെട്ടെന്ന് നമുക്ക് ഉത്തരം പറയാൻ പറ്റും, ടീച്ചർ ആസ് എ ഫെസിലിറ്റേറ്റർ. ഓക്കെ, ഇനി 68 ക്വസ്റ്റ്യൻ, മൈൻഡ് സെറ്റ് ഓഫ് പീപ്പിൾ ക്യാൻ ബി മെയ്ഡ് പോസിറ്റീവ് ബൈ ക്രിയേറ്റിംഗ് ഇൻട്രസ്റ്റ് ഇൻ പീപ്പിൾ, കണ്ടക്ടിങ് എക്സാമിനേഷൻ ഫ്രീക്വന്റ്ലി, ടൈറ്റ് ഷെഡ്യൂൾ, സ്ട്രിക്ട് ഡിസിപ്ലിൻ. ഒരു കുട്ടികളുടെ പോസിറ്റീവ് മൈൻഡ് കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് എന്താണ്? ക്രിയേറ്റിംഗ് ഇൻട്രസ്റ്റ് ഇൻ പീപ്പിൾസിൽ ഒരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. കണ്ടക്ടിങ് എക്സാമിനേഷൻ ഫ്രീക്വന്റ്ലി ആയിട്ട് നമ്മൾ എക്സാം ചെയ്യുന്നതിൽ കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നാൽ ഒരു പോസിറ്റീവ് മൈൻഡ് കിട്ടുന്നുണ്ടോ? ഇല്ല. ടൈറ്റ് ഷെഡ്യൂൾ ആകുമ്പോൾ അവർക്ക് ഒരു പോസിറ്റീവ് ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ ആകുമ്പോൾ അവർക്ക് പോസിറ്റീവ് മൈൻഡ് ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. മൈൻഡ് സെറ്റ് ഓഫ് പീപ്പിൾ ക്യാൻ ബി മെയ്ഡ് പോസിറ്റീവ് ബൈ ക്രിയേറ്റിംഗ് ഇൻട്രസ്റ്റ് ഇൻ പീപ്പിൾ. ഓക്കെ, ഇനി അടുത്ത 69ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഷുഡ് എ സോഷ്യൽ സയൻസ് ടീച്ചർ ഡു ടു ഡെവലപ്പ് ചിൽഡ്രൻ ഇൻ പോസിറ്റീവ് മാനർ? ഡെവലപ്പിംഗ് ഗുഡ് ടീച്ചിങ് ഹാബിറ്റ്, എൻകറേജിംഗ് ഗുഡ് ഹോബീസ്, മോട്ടിവേറ്റിംഗ് ദം ടു പാർട്ടിസിപ്പേറ്റ് ഓൾ ദ ആക്ടിവിറ്റി, ഓൾ ഓഫ് ദീസ്. നമ്മുടെ ആൻസർ വരുന്നത് ഓൾ ഓഫ് ദീസ് ആണ്. ഒരു സോഷ്യൽ സയൻസ് ടീച്ചർ കുട്ടികളെ പോസിറ്റീവ് മാനറിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഡെവലപ്പിംഗ് ഗുഡ് റീഡിംഗ് ഹാബിറ്റ് ഉണ്ടായിരിക്കണം ടീച്ചർക്ക്. അതുപോലെ എൻകറേജിങ് ഗുഡ് ഹോബീസ് ആയിരിക്കണം, കുട്ടികളെ നല്ല ഹോബീസ് ഒക്കെ എൻകറേജ് ചെയ്യിപ്പിക്കണം. മോട്ടിവേറ്റ് ദം ടു പാർട്ടിസിപ്പേറ്റ് ഓൾ ആക്ടിവിറ്റി, അവിടെ എന്ത് ചെയ്യും? എല്ലാ ആക്ടിവിറ്റിയിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കണം. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഓൾ ഓഫ് ദീസ് ആണ്. Teaching 17th question, teaching aid are ordinary prepared by textbook authority, selected teachers, student and teachers, private parties. ഒരു ടീച്ചിങ് എയ്ഡ് എന്താണ്? പഠിപ്പിക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള സാമഗ്രികൾ തയ്യാറാക്കുന്നത് ആരായിരിക്കും? സ്റ്റുഡൻസും ടീച്ചേഴ്സും ആയിരിക്കും. ഓക്കെ, ഇനി 71, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ കരിക്കുലം ആൻഡ് സിലബസ്? Both are same, no relation at all. Curriculum is a part of syllabus. Syllabus is the core of curriculum. Answer വരുന്നത് syllabus is the core of curriculum. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ കാറ്ററ്റ് 2-ൽ നമുക്ക് ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. കരിക്കുലം സിലബസും തമ്മിലുള്ള റിലേഷൻ എന്താണ്?
കരിക്കുലം എന്ന് പറയുന്നത് എന്താണ്? വിശാലമായതാണ് അല്ലെ. അക്കാഡമിക് നോൺ അക്കാഡമിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നതാണ് കരിക്കുലം. സിലബസ് എന്ന് പറയുന്നത് സബ്ജക്ട് ഓറിയന്റഡ് ആണ്. അപ്പൊ സിലബസ് എന്ന് പറയുന്നത് സിലബസ് ഈസ് ദ കോർ ഓഫ് കരിക്കുലം. റിലേഷൻ ബിറ്റ്വീൻ കരിക്കുലം ആൻഡ് സിലബസ് എന്ന് പറയുന്നത് സിലബസ് ഈസ് ദ കോർ ഓഫ് കരിക്കുലം. ഓക്കെ. 72 a source directly related to the historical event. ഹിസ്റ്റോറിക്കൽ ഇവന്റ് ഡയറക്റ്റ് ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്തുമായിട്ടാണ്? സെക്കൻഡറി സോഴ്സ്, ഇൻഡയറക്റ്റ് സോഴ്സ്, ടെർഷ്യറി സോഴ്സ്, പ്രൈമറി സോഴ്സ്. ഏതാണ്? ഓപ്ഷൻ ഡി പ്രൈമറി സോഴ്സ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 73 ക്വസ്റ്റ്യൻ. Casteism, communism and poverty can be removed only through education, wealth, employment, administration. നമുക്കൊരു ഡൗട്ടും ഇല്ല, ഓപ്ഷൻ എ എഡ്യൂക്കേഷൻ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. കാസ്റ്റിസം, കമ്മ്യൂണിസം, അതുപോലെ തന്നെ പോവർട്ടി ഒക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുക നമുക്ക് എഡ്യൂക്കേഷനിലൂടെ, വിദ്യാഭ്യാസത്തിലൂടെ പലതും നേടിയെടുത്തിട്ടാണ് ഇതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുന്നത്. ഓക്കെ. 74. Numismatics is study of map, study of coin, study of language, study of stamps. ഏതാണ് ന്യൂമിസ്മാറ്റിക്സ് എന്ന് പറയുന്നത്? സ്റ്റഡി ഓഫ് കോയിൻ ആണ്. സ്റ്റഡി ഓഫ് മാപ്പ് എന്താണ്? കാർട്ടോഗ്രാഫി. സ്റ്റഡി ഓഫ് ലാംഗ്വേജ് ലിംഗ്വിസ്റ്റിക്. സ്റ്റഡി ഓഫ് മാപ്പ് എന്ന് പറയുന്നത് ഫിലാറ്റലി. ഇത് റെഗുലർ ആയിട്ട് നമുക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളെല്ലാവരും ഓർത്ത് വെക്കണം. സ്റ്റഡി ഓഫ് മാപ്പ് എന്ന് പറയുന്നത് കാർട്ടോഗ്രാഫി, സ്റ്റഡി ഓഫ് ലാംഗ്വേജ് ലിംഗ്വിസ്റ്റിക്, സ്റ്റഡി ഓഫ് സ്റ്റാമ്പ് എന്ന് പറയുന്നത് ഫിലാറ്റലി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 75. Which of the following is not the topic of an essay? ഒരു എസ്സേന്റെ ടോപ്പിക് അല്ലാത്തത് ഇതിലേതാണ്? ഹിസ്റ്ററി ഓഫ് മുഗൾ, സെക്കൻഡ് വേൾഡ് വാർ, ലൊക്കേഷൻ ഓഫ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ, റിനാൻസൻസ്. ഒരു എസ്സേ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹിസ്റ്ററി ഓഫ് മുഗൾ വെച്ചിട്ട് എഴുതാം, സെക്കൻഡ് വേൾഡ് വാർ ഒക്കെ വെച്ചിട്ട് നമുക്ക് എസ്സേ എഴുതാൻ പറ്റും, റിനാൻസൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എസ്സേ എഴുതാൻ പറ്റും. പക്ഷെ ലൊക്കേഷൻ ഓഫ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ വെച്ച് നമുക്ക് എഴുതാൻ പറ്റുമോ? വിച്ച് ഓഫ് ദ ഫോളോവിങ് നോട്ട് ദ ടോപ്പിക് ഓഫ് എൻ എസ്സേ? എസ്സേയുടെ ടോപ്പിക് അല്ലാത്തത് ഏതാണ്? ലൊക്കേഷൻ ഓഫ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ആണ്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 76. Characteristics of constructive classroom is product is very important. Assessment via teacher's work. Process is as important as product. D. Teacher centered. അതായത് കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂം എങ്ങനെയായിരിക്കും? പ്രോസസ് ഈസ് ആസ് ഇമ്പോർട്ടന്റ് ആസ് പ്രൊഡക്റ്റ്. ഇനി 77. ലെക്ചർ മെത്തേഡ് ഈസ് മോർ യൂസ്ഡ് ബിക്കോസ്. ലെക്ചർ മെത്തേഡ് മോർ യൂസ്ഡ് ആണ്. അത് എന്താണ്? Student like it is very much. It is more efficient technique. It make teacher job easy. Learner friendly teaching method. നമ്മുടെ ആൻസർ വരുന്നത് ഇറ്റ് മേക്ക് ടീച്ചേഴ്സ് ജോബ് ഈസിലി. ലെക്ചർ മെത്തേഡ് എന്താണ്? ഒരു ടീച്ചർ ഇവിടെ നിൽക്കുക, കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുക. അപ്പൊ ടീച്ചർ സെന്റേർഡ് ക്ലാസ് റൂം ആണ്. അത് ടീച്ചറിന്റെ എന്താണ്? അധ്വാനഭാരം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇറ്റ് മേക്ക് ടീച്ചേഴ്സ് ജോബ് ഈസി. ടീച്ചറിന്റെ ജോബ് വളരെ എളുപ്പത്തിൽ കഴിയാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ലെക്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു അല്ലെ. ഡിസ്കഷൻ മെത്തേഡ് ഒക്കെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഒരു പോയിന്റിനെ കുറിച്ച് ഡിഫറെന്റ് ആംഗിളിൽ നിന്ന് അവരുടെ ഉത്തരങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പൊ ഒരു ഡിസ്കഷനിലൂടെ നമ്മൾ ക്ലാസ് പോവുക ചെയ്യുക. ലെക്ചർ മെത്തേഡിൽ എന്തുണ്ടാവുന്നില്ല? അവിടെ ഒരു ടീച്ചർ സെന്റേർഡ് ആയിരിക്കും. ചിൽഡ്രന് വല്ലാതെ പ്രാധാന്യം ഒന്നും ഉണ്ടായിരിക്കില്ല. അത് ടീച്ചറിന്റെ ജോബ് ഈസി ആക്കുകയും ചെയ്യും. 78. The principle of evaluation is it is quantitative only. It is not a lengthy process. It is narrow and less inclusive. It is continuous process. Principle of evaluation. Evaluation എന്താണ്? ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് ആണ്. നമ്മൾ തുടർച്ചയായിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. ഇവാലുവേഷൻ പറഞ്ഞ പലതരത്തിലുണ്ട്. ഫോർമേറ്റീവ്, സമ്മേറ്റീവ്, കണ്ടിന്യൂസ് ഇവാലുവേഷൻ അതൊക്കെ ഉണ്ട് അല്ലെ. സമ്മേറ്റീവ് അതൊക്കെ നമ്മൾ കഴിഞ്ഞ കാറ്ററ്റ് എക്സാം 2-ലൊക്കെ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇവാലുവേഷൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഇവാലുവേഷൻ ചെയ്തുകൊണ്ടേയിരിക്കും. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഈ 79th ക്വസ്റ്റ്യൻ. ഡിസോർഡർ ഈസ് റീഡിംഗ് ഈസ് കോൾഡ്. ഒരുപാട് റീഡിംഗ് ഡിസബിലിറ്റീസും റൈറ്റിംഗ് ഡിസബിലിറ്റീസും അതൊക്കെ ഉണ്ട്. അപ്പൊ എന്താ ഡിസബിലിറ്റീസ്? അതില് നമ്മുടെ ഡിസോർഡേഴ്സ് ഇൻ റീഡിംഗിൽ ഉണ്ടാവുന്ന ഡിസോർഡേഴ്സിനെ നമ്മൾ എന്താ വിളിക്കുക? ഡിസ്ഗ്രാഫിയ, ഡിസ്ലെക്സിയ, ഡിസ്കാൽക്കുലിയ, നൺ ഓഫ് ദീസ്. നമ്മുടെ റീഡിംഗ് ഡിസബിലിറ്റി ആണ് ഡിസ്ലെക്സിയ ആണ് റീഡിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. ഏതൊക്കെ ഉണ്ട്? ഡിസ്ലെക്സിയ ഉണ്ട്, ഡിസ്ഗ്രാഫിയ ഉണ്ട്, ഡിസ്കാൽക്കുലിയ ഉണ്ട്, ഡിസ്പ്രാക്സിയ ഉണ്ട്. ഡിസ്ലെക്സിയ എന്ന് പറയുന്നത് റീഡിംഗ് ഡിസബിലിറ്റി ആണ്. ഡിസ്ഗ്രാഫിയ നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നത് ആലോചിച്ചാൽ മതി. ഇതൊരു റൈറ്റിംഗ് ഡിസബിലിറ്റി ആണ്. ഡിസ്കാൽക്കുലിയ
ഡിസ്കാൽക്കുലിയ എന്ന് പറയാൻ കാൽക്കുലേറ്റ്, മാത്തമാറ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട ഡിസബിലിറ്റിയാണ് ഡിസ്കാൽക്കുലിയ. ഡിസ്പ്രാക്സിയ എന്ന് പറയുന്നത് മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഡിസബിലിറ്റിയാണ് ഡിസ്പ്രാക്സിയ എന്ന് പറയുന്നത്. ഇത് റെഗുലർ ആയിട്ട് വരുന്നതാണ്. ഇത് ഒരു ഏകദേശം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കണമെന്നില്ല. ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ തന്നിട്ട് ഇപ്പൊ അപ്പു എന്ന കുട്ടിക്ക് വായനയിൽ ബുദ്ധിമുട്ടാണ്, അവൻ ക്ലാസ്സിൽ എല്ലാവരും വായിച്ചു കഴിഞ്ഞിട്ട് അവൻ വായിക്കാൻ മടി കാണിക്കുന്നു, ഇത് ഏത് ഡിസബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടതാണെന്നൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അങ്ങനെ വരുമ്പം എന്താണ് ഡിസ്ലെക്സിയ എന്ന് പറയുന്നത് റീഡിംഗ് ഡിസബിലിറ്റി ആണ്, നിങ്ങൾ പെട്ടെന്ന് ഓർത്തു പറയണം. ഓക്കെ, ഇനി 18th ക്വസ്റ്റ്യൻ. എ ലെസൺ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ക്ലാസ് ബൈ ഇല്ലുസ്ട്രേഷൻ, ടെല്ലിംഗ് സ്റ്റോറീസ്, ആസ്കിംഗ് ക്വസ്റ്റ്യൻ, ഓൾ ഓഫ് ദിസ്. നമ്മുടെ ആൻസർ വരുന്നത് ഓൾ ഓഫ് ദിസ് ആണ്. അതായത് ഒരു ലെസൺ നമുക്ക് ക്ലാസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? ഇല്ലുസ്ട്രേഷനിലൂടെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, ടെല്ലിംഗ് സ്റ്റോറീസ് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ചോദിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഒരു ടീച്ചർ ക്ലാസ്സിലേക്ക് വരുമ്പോൾ പല രീതി, ഒരു ടീച്ചറിന്റെ മോഡ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് പല രീതിയിലായിരിക്കും. ഒരു ടീച്ചർ വ്യത്യസ്ത രീതിയിലായിരിക്കും ക്ലാസ്സുകൾ എടുക്കുന്നത്. ചില ടീച്ചർ ഇല്ലുസ്ട്രേഷൻസ് ഒക്കെ കൊടുത്തിട്ടായിരിക്കും, ചിലർ സ്റ്റോറീസ് പറഞ്ഞുകൊണ്ടായിരിക്കും, ചിലർ ക്വസ്റ്റ്യൻസ് ചോദിച്ചും കൊണ്ടായിരിക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ലെസൺ ക്യാൻ ബി, ഒരു ലെസൺ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ രീതിയിലൊക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലെസനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ ഓൾ ഓഫ് ദീസ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. എ ലെസൺ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ക്ലാസ് ബൈ all of these, illustration, telling stories, asking question, ഇവയെല്ലാം ഇതിൽ വരും. അപ്പൊ നമ്മുടെ കാറ്റഗറി 3 സോഷ്യൽ സയൻസിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ എല്ലാ ഭാഗവും നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, താങ്ക് യു.